കർത്താവായ ഈശോയെ, ഇനിയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും, ഇപ്പോൾ നിലവിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. ജിൻഡോ ബ്രദറിനെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ക്ലാസ് വളരെ മനോഹരമായി ആളുകളുടെ ഹൃദയത്തിൽ സ്പർശിക്കത്തക്ക രീതിയിൽ ആ വചനം 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ തക്കതായിട്ട് ഈശോയെ പറ്റി അറിയുവാൻ, കൂടുതൽ പഠിക്കുവാൻ, കൂടുതൽ മനസ്സിലാക്കുവാൻ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്നേഹിക്കുന്നവരാകുവാൻ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അങ്ങയെ സ്നേഹിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, ഈ സൂം മീറ്റിങ്ങിലുള്ള എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ മക്കളെയും, അവരുടെ ജീവിത പങ്കാളി, അവരുടെ തലമുറകൾ, അവരുടെ മിഷൻ എല്ലാം അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല കാരണങ്ങളാല് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ കഴിയാതെ പോയ എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരെയും ഏറ്റെടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഈശോ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ മാതാവേ, മാധ്യസ്ഥമായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജിൻഡോ ബ്രദറെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തും തുടങ്ങുകയാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ഷെയർ ചെയ്യാം, നമുക്കത് പങ്കുവയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ലോകാവസാനത്തെ കുറിച്ചുള്ള ക്ലാസ്സാണ് എടുക്കാൻ പറഞ്ഞത്, അത് എടുക്കുകയും ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മൾ സ്വീകരിക്കുന്നത് അൽത്താരയിൽ നിന്നാണോ അതാ യേശു ക്രിസ്തുവിന്റെ ദിവ്യബലി 2000 വർഷം മുമ്പ് സമർപ്പിച്ച ആ ദിവ്യബലിയിൽ നിന്നാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആർക്കും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അതല്ലേ, ഓക്കെ. നമുക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചൊരു റിവ്യൂ പറയാം. ക്ലാസ് എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു? സമയം കൂടുതൽ എടുക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? 12:30 വരെയൊക്കെ, അതായത് ഇപ്പൊ ഒരു 12:30 1.5 മണിക്കൂർ ക്ലാസ്സൊക്കെ ആകുമ്പോൾ അതൊരു ഇതായി വരുന്നുണ്ടോ? ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ്? 1.5 മണിക്കൂർ കുഴപ്പമില്ല ബ്രദർ, പിന്നെയും അവിടെ കൂടി പോകാതെ നോക്കിയാൽ മതി. എല്ലാവരും ഇന്ന് ഇട ദിവസം ആയതുകൊണ്ടേ, നോർമൽ ഡ്യൂട്ടി ഡേ ആയതുകൊണ്ട് നമ്മളത് കൂടുതൽ പോയ ആൾക്കാർ തീരെ കുറഞ്ഞു പോകുന്നുണ്ട്. 6 പേരുള്ളൂ, ഞാൻ ചോദിച്ചത്. ഇത് ഡെയിലി ഇത് എല്ലാ പ്രാവശ്യം ഉണ്ടായിരുന്ന പ്രാർത്ഥനയായിരുന്നോ അതോ ഇപ്പൊ മാത്രം തുടങ്ങിയ ഒരു പ്രാർത്ഥനയായിരുന്നു ഈ ഒരു മീറ്റിംഗ്? ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി, 1 വർഷത്തോളം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ബൈബിൾ പോർഷൻ നമ്മൾ കണ്ടിന്യൂ, ലൂക്കാസ് സുവിശേഷം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പാരഗ്രാഫ് നമ്മൾ വായിക്കും, അതിനെപ്പറ്റി ഓരോരുത്തരും ഓരോ വിചിന്തനം തരിക, അങ്ങനെ പാരഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ക്ലാസ് ഉണ്ടാകുമായിരുന്നു. ഏതായാലും സിസ്റ്റേഴ്സ് ആരെങ്കിലൊക്കെ വന്ന് ക്ലാസ് എടുക്കുകയെന്ന് അറിയില്ല. ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് ലോകാവസാനത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വരുന്നുള്ളൂ അല്ലെ? ലോകാവസാനത്തെ കുറിച്ച് നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകാവസാനത്തെ കുറിച്ചുള്ള കിംവദന്തികളുണ്ട്. അത് ഭയങ്കര ഇന്ന് സഭയിൽ വളരെയധികം നുഴഞ്ഞു കയറിയിട്ടുള്ള ഒരു സംഭവമാണ്.
നമ്മുടെ സഭയിലുള്ള പല സുവിശേഷകരും അറിയാതെ പറയുന്ന ഒരു വിഷയം കൂടിയാണ്. അതിനുള്ള കാരണം പെന്തക്കോസ്ത് സഭകളുടെ വലിയൊരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ലോകാവസാനത്തെ കുറിച്ചുള്ള മിഥ്യാബോധമാണ്. അവരുടെ മെയിൻ പ്രബോധനം ലോകാവസാനത്തെ കുറിച്ചുള്ള മിഥ്യാബോധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കേട്ട് 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 അത് അവരുടെ മെയിൻ പ്രബോധനം ആയതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് 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 പലപ്പോഴും നമ്മുടെ കത്തോലിക്കരായ സുവിശേഷ പ്രഘോഷകർ പോലും ലോകാവസാനത്തെ കുറിച്ച് പറയുന്നത് അതനുസരിച്ച് പറയുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് അറിയാതെ ആയിരിക്കും. ഒരു കാലത്ത് ഒരു പക്ഷെ ഞാനും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി ബോധ്യം കിട്ടിയപ്പോഴാണ് ഇതുപോലത്തെ ഒരു ബ്ലണ്ടർ ആണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള സങ്കടകരമായ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സഭയിൽ, കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ രണ്ട് കൾട്ട് പ്രസ്ഥാനങ്ങൾ, ഒന്ന് എംപറർ ഇമ്മാനുവൽ, രണ്ട് സ്പിരിറ്റ് ഇൻ ജീസസ്. ഈ രണ്ട് വിഭാഗങ്ങളിലെയും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതേ സംഭവം തന്നെ, ലോകാവസാനം. ഇന്ന് പെന്തക്കോസ്തക്കാർ അവരുടെ സഭകളെ പിടിച്ചു നിർത്തുന്ന വിഷയം, എങ്ങോട്ടും പോകാതെ അവരുടെ സഭയിൽ പിടിച്ചു നിർത്തുന്ന കാര്യം എന്ന് പറയുന്നത്, പെന്തക്കോസ്തക്കാർ പിടിച്ചു നിർത്തുന്നത് ലോകാവസാനം എന്ന് പറയുന്ന മിമിക്ക് കാണിച്ചുകൊണ്ടാണ്. സഭ പഠിപ്പിക്കുന്ന ഒരു യഥാർത്ഥമായ വിഷയമുണ്ട്. സഭ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പഠിപ്പിച്ചതും സഭയിൽ അപ്പസ്തോലന്മാർ വിശ്വസിച്ചിരുന്നതുമായ ഒരു വസ്തുതയുണ്ട്. അതിനും അപ്പുറത്തേക്ക് അതിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ ആദിമ കാലഘട്ടം മുതലേ സഭയ്ക്ക് പാരലായിട്ട് വളർന്നു വന്നിരുന്നു. അതിന് ചൂട് പിടിച്ചിട്ടാണ് ഇസ്ലാം മതത്തിലുള്ള ഗിയാമത്ത് നാള് എന്ന് പറയുന്ന ലോകാവസാന നാട് തുടരുന്നത്. അത് തന്നെയാണ് ഈ പാരലായിട്ടുള്ള തെറ്റായ പ്രബോധനം തന്നെയാണ് പെന്തക്കോസ്തുകാർ പിന്നീട് എടുത്തുകൊണ്ടുവരുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ നൂലാമാലകളും അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എന്താണ് ലോകാവസാനം എന്നതിനെ കുറിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്, ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താണ് സഭ ലോകാവസാനത്തെ കുറിച്ച് കാണുന്നത്, ഈശോമിശിഹ ലോകാവസാനത്തെ കുറിച്ച് കാണുന്നത്? ബൈബിളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ കാണാൻ സാധിക്കും? അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഒരു ഡബിൾ പ്രൊഫസി എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന പ്രവചനം. അതാണ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നടത്തിയ ലോകാവസാനത്തെ കുറിച്ചുള്ള ഒരു പ്രവചനം എന്ന് പറയുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം ഇതാണ്: ജെറുസലേം ദേവാലയം വിട്ടുപോകുമ്പോൾ യേശു അവസാനം പറയുകയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലുമേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. 2 കാര്യം, 3 കാര്യം. ഒന്നാമത്തെ കാര്യം ജെറുസലേമിന്റെ നാശം. പ്രത്യേക ശ്രദ്ധിക്കണം, ജെറുസലേമിന്റെ നാശം ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം ചേർന്ന് പറയുന്നതാണ് നിന്റെ ആഗമനം യുഗാന്ത്യം. ഇത് രണ്ടും ഒരുമിച്ചാണ്, നിന്റെ ആഗമനം യുഗാന്ത്യം. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇത് ഡബിൾ പ്രൊഫസിയാണ്. ഒന്നാമത്തെ പ്രവചനം എന്ന് പറയുന്നത് ലോകാവസാന നാളിന് ഉപരി ജെറുസലേം ദേവാലയത്തിന്റെ നാശം. ഇതാണ് ഒന്നാമത്തെ പ്രവചനം. 2-ാമത്തെ ഇതേ സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് വരുന്നതാണ്. 2-ാമത് വരുന്നതാണ് യുഗാന്ത്യം അഥവാ ക്രിസ്തുവിന്റെ 2-ാമത്തെ ആഗമനം. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ പ്രവചനത്തിന് മുന്നോടിയായി പഴയ നിയമത്തിൽ ഒരു പ്രവചനമുണ്ട്. അത് വെച്ചിട്ടാണ് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ പഴയ നിയമത്തിന്റെ പ്രവചനം ഏതാണ് നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള 10-ാം അധ്യായത്തിലുള്ള ഒരു പ്രവചനമാണിത്. എന്താണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ? അതിലെ നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ഒരു ദർശനം. ആ ദർശനം ഏതാണ്? ഒരു പ്രതിമയെ കാണുന്നു. ആ പ്രതിമയുടെ ശിരസ് സ്വർണം കൊണ്ട്, നെഞ്ച് വെള്ളി കൊണ്ട്, അരഭാഗം ഇരുമ്പ് കൊണ്ട്, പിന്നെ കാല് താമ്രം കൊണ്ട്, കാലുകൾ ഇരുമ്പ് കൊണ്ട്.
കാൽപാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നു. എവിടെ നിന്നോ വരുന്ന ഒരു കല്ല് ഈ കാൽപാദത്തിൽ ചെന്ന് പതിക്കുകയാണ്. ഇങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ ആ പ്രതിമ തകിടുപൊടിയായി മാറുന്നു. ഈ കല്ല് എന്ത് സംഭവിക്കുന്നു? ഈ കല്ല് വലിയൊരു മഹാമേരുവായി പർവ്വതമായി മാറും. ഇതാണ് നെബൂഖദ്നേസർ കാണുന്ന സ്വപ്നം. ഇതിന്റെ വ്യാഖ്യാനം ദാനിയേൽ പറയുന്നുണ്ട്. ശിരസ് സ്വർണം കൊണ്ടുള്ളത് നീ തന്നെയാണത്, ബാബിലോൺ രാജാവ്. അടുത്തതാണ് വെള്ളി എന്ന് പറയുന്നത് നെഞ്ച്. അടുത്ത രാജവംശമാണ്. അത് നമുക്ക് ചരിത്രത്തിൽ കാണാം, പേർഷ്യൻ സാമ്രാജ്യം. അതിനുശേഷം താമ്രം കൊണ്ടുള്ളത് അടുത്ത സാമ്രാജ്യമാണ്. നമുക്ക് ചരിത്രത്തിൽ കാണാം, ഗ്രീക്ക് സാമ്രാജ്യം. അതിനുശേഷം അടുത്ത സാമ്രാജ്യം ഇരുമ്പ് കൊണ്ടുള്ളത് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം. ഇരുമ്പും കളിമണ്ണും ചേർന്നത് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ റിപ്പബ്ലിക് ആണ് ഉദ്ദേശിക്കുന്നത്, ജനാധിപത്യം കൂടി മിക്സ് ആയത്. ഇനി അവിടെ മറ്റൊരു സംഭവം സംഭവിക്കുകയാണ്. എങ്ങും തൊടാത്ത ഒരു കല്ല് വന്ന് പാദത്തിൽ വന്ന് പതിക്കുന്നു. അത് യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്, ദൈവപുത്രൻ. അത് വരുമ്പോൾ, അത് വന്ന് കാല് പതിക്കുമ്പോൾ ഈ സാമ്രാജ്യങ്ങൾ മുഴുവൻ തകർന്നടിയും. ഈ ഒരു കല്ല് വലിയൊരു പർവ്വതമായി മാറും. ആ പർവ്വതം എന്ന് പറയുന്നത് സഭയാണ്. യേശുക്രിസ്തു വന്ന് പതിച്ചു കഴിഞ്ഞാൽ റോമൻ സാമ്രാജ്യം പിന്നീട് സഭയായി മാറും എന്നാണ് ഇതിന്റെ ചുരുക്കം. അപ്പോൾ ഇതിനെ എങ്ങനെയാണ്, ഇതിന്റെ അവസാനം എങ്ങനെയാണ് ഈ കല്ല് വരുന്ന കാര്യത്തെ കുറിച്ചുള്ള വീണ്ടും ദാനിയേൽ പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ അതിന് പറയുന്ന പ്രവചനം 9-ാം അധ്യായത്തിലെ വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിച്ചിരിക്കുന്നു. വാക്യം 24 മുതലാണ്. അതിലെ ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം പ്രളയമായിരിക്കും. ഇതാണ് അതിന്റെ സംഭവം. എന്താണെന്ന് ഒന്നിനും പറയാം. ദാനിയേൽ പ്രവാചകന് ശേഷം വർഷങ്ങളുടെ 70 ആഴ്ച. അപ്പൊ 70 ആഴ്ച എന്ന് പറഞ്ഞാൽ 7 വർഷങ്ങളുടെ ഒരാഴ്ച. അങ്ങനെ 70 ആഴ്ച എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലായി? 7 × 70. 7 × 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 490 കൊല്ലം. ദാനിയേൽ അവിടെ നിന്ന് തൊട്ട് 490-ാം കൊല്ലത്തിൽ സംഭവിക്കുന്ന കാര്യം. സംഭവിക്കുന്നത് എന്താണ്? 490-ാം കൊല്ലത്തിൽ വിശുദ്ധ മന്ദിരം നശിപ്പിക്കപ്പെടും. അതാണ് വേണ്ടി 26-ാമത്തെ വാക്യത്തില് പറയുകയാണ്, പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് അന്ന് പറഞ്ഞ പ്രവചനമാണിത്. അപ്പൊ യുഗം അവിടെ അവസാനിക്കുകയാണ്. അതായത് ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ ദൗത്യത്തിന്റെ യുഗം അതോടുകൂടി സമാപിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വർഷങ്ങൾ 62 ആഴ്ചകളാണ്, 70 വർഷങ്ങളാണ് പറയുന്നത്. ഇനി അതിന്റെ കാര്യം പറയുകയാണ്, ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെടുന്നത് മുതൽ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. യേശുക്രിസ്തുവിന് 100 നൂറ്റാണ്ട് മുമ്പാണ് ജെറുസലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തെ കുറിച്ചുള്ള കൽപ്പന പുറപ്പെടുന്നതും 40 വർഷം കൊണ്ടാണ് ആ ഒരു ദേവാലയം പണിയുന്നത്. പിന്നെ കാണുകയാണ്, 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ്, 70-ന് ഒരാഴ്ച മുമ്പ് എന്ന് പറഞ്ഞാൽ AD 70-ലാണ് ചരിത്രത്തിൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അതിന് ഒരാഴ്ച മുമ്പ്, അതിനൊരു തലമുറ മുമ്പ് ആണ് 62-ാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. അതായത് 7 49 വർഷം. അതിന് മുമ്പ് ഒരു 40 വർഷം മുമ്പ് AD 30-ലാണ് യേശു ക്രിസ്തു മരിക്കുന്നത്, അഭിഷിക്തൻ വിച്ഛേദിക്കപ്പെടുന്നത്. ഇത് വ്യക്തമായല്ലോ. അതായത് യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം 40-ാം വർഷത്തിലാണ് ജെറുസലേം ദേവാലയത്തിന്റെ നാശം. 62 ആഴ്ചക്ക് ശേഷം 7 ആഴ്ചകളുണ്ട് അല്ലെ, 7 6 42 ദിവസം, 42 വർഷം. ആ 42 വർഷം കഴിഞ്ഞാൽ AD 30 കഴിഞ്ഞാൽ AD 70. അതിനുള്ളിൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടും. ഇതാണ് ആ പ്രവചനം. അതുകൊണ്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഈ
അഭിഷിക്തനായ രാജാവ് വരുന്നു. ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ രാജാവ് വരുന്നവരെ 7 ആഴ്ചകളായിരിക്കും. ഇത്രയും കാൽക്കുലേഷൻസ് ഉണ്ട്. ഈ കണക്കൂട്ടുകൾ വെച്ചിട്ട് ജെറുസലേമിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിലുണ്ടായിരുന്ന യസീനികൾ എന്ന് പറയുന്ന വിഭാഗം രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. അവരിതിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് പറഞ്ഞു രക്ഷകൻ വരും, രക്ഷകൻ വരുന്ന സമയമായി. ഇതാണ് യസീനികളുടെ പ്രവചനം. അതാണ് യേശു ജനിച്ചപ്പോൾ ശിമയോൻ യേശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ സമാധാനത്തോടെ വിട്ടയച്ചു കൊള്ളുക എന്ന് ശിമയോൻ ഉണ്ണിയേശുവിനെ കരങ്ങളിലെടുത്ത് പറയാനുള്ള കാരണം ആ കാലഘട്ടത്തിന്റെ സമയമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. യേശുവിന്റെ വരവ് അവർ പ്രതീക്ഷിച്ചിരുന്നു ആ സമയത്ത്. അതാണ് അതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു AD 30 അഭിഷിക്തൻ വിച്ഛേദിക്കപ്പെടുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവമാണ് വിശുദ്ധ മന്ദിരത്തെ അകാരമയച്ചു തീരുകയും പിൻഗാമികളായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. AD 70 നശിപ്പിക്കപ്പെടുന്നു. ഇതാണ് അടയാളം എന്ന് പറയുന്നത്. ഇത് വ്യക്തമായിട്ടാണ്. ഇനി ഇതേ സംഭവം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈശോ കാണിക്കുകയാണ്. ഈശോ പറയുകയാണ് ചരിത്രം. എന്താണ് സംഭവിക്കുന്നത്? ഇതാ ലോകാവസാനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും ഇത് ഫസ്റ്റ് പ്രൊഫസി പറയുന്നുണ്ട്. ഫസ്റ്റ് പ്രൊഫസി എന്ന് പറഞ്ഞാൽ ജെറുസലേമിന്റെ നാശം. ഇത് തന്നെയാണ് ലോകാവസാനത്തേക്ക് റിപ്പീറ്റ് അടിച്ചു വരുന്നത്. അപ്പൊ ഇതിൽ എന്ത് സംഭവിക്കും? ലോകാരം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വലിയൊരു ഉഗ്ര പീഡനം ഉണ്ടാകും. കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. ഇത് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, മരുഭൂമിയിലുണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും. എന്നാൽ കിഴക്ക് പടിഞ്ഞാറോട്ട് പോയ മിന്നൽപ്പെടുന്ന പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. 34-ാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 24:34. സത്യസത്യമായി നമ്മൾ പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. 36 ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനില്ലാതെ മറ്റാർക്കും സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ 29 പറയുന്നു, അക്കാലത്ത് പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നതിന് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രപ്രകാശം നൽകിയില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കും, ആകാശത്ത് ഇളകും, അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇത് ഒന്നാമത്തെ പ്രവചനത്തിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തോടനുബന്ധിച്ച് ആകാശശക്തിയിൽ ഇളകും എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിന് മുമ്പിലുള്ള തിരശ്ശീല കീറിപ്പോകും എന്നാണ് അതിനർത്ഥം. എന്താണ് തിരശ്ശീല? തിരശ്ശീല കുറിക്കുന്നത് ആകാശശക്തികളെ യഹൂദന്മാർക്ക് അറിയാം. ഇപ്പൊ നമ്മൾ സീറോ മലബാർ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അറിയാം. അതായത് മദ്ബഹ, വിരി, പിന്നെ ഹൈക്കല. ഹൈക്കല നമ്മൾ ഇരിക്കുന്ന സ്ഥലം. മദ്ബഹ എന്ന് പറയുന്നത് അൽത്താര. അതിന് നടുക്കിൽ ഒരു വിരിയുണ്ട്, ചുവന്ന വിരി. ജെറുസലേം ദേവാലയത്തിലെ ഈ വിരി എന്ന് പറയുന്നത്, തിരശ്ശീല എന്ന് പറയുന്നത് രണ്ടാം സ്വർഗത്തെ പ്രതിദാനം ചെയ്യാം. ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും അതിൽ പതിച്ചിരിക്കും. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 3 സ്വർഗ്ഗ ഇസ്രായേൽക്കാർ പറയുക. ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് കിളികളുടെ ലോകം, ഹൈക്കലയിൽ തന്നെയാണ്. രണ്ടാമത് സ്വർഗം എന്ന് പറയുന്നത് ആകാശവും നക്ഷത്രങ്ങളും, സൂര്യൻ എന്ന നക്ഷത്രങ്ങളും. മൂന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ദൈവം ഇരിക്കുന്ന സ്ഥലം, മദ്ബഹ. ഇതാണ് ജെറുസലേം ദേവാലയത്തിലുള്ള ചിത്രീകരണം. അത് തന്നെയാണ് സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ ദേവാലയത്തിലെ ചിത്രീകരണം. മദ്ബഹ, രണ്ടാമത് വിരി, മൂന്നാമത് ഹൈക്കല. അപ്പോ ഈ വിരി കീറിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ഭൂമിയും തമ്മിലുള്ള നടുവിലുള്ള വിരി കീറിപ്പോയി എന്നർത്ഥം. അതാണ് നമ്മൾ സർവാധിപന കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മളത് മാറ്റുന്നത്, വിരി മാറ്റുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ മദ്ബഹയുടെ ഉള്ളിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അത് പ്രവേശിക്കുന്നത് എപ്പോഴും പുരോഹിതൻ മാത്രമായിരിക്കും, അതിവിശുദ്ധ സ്ഥലം. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഈ രണ്ടാം സ്വർഗം എന്ന് പറയുന്ന ഈ ആകാശം, അതായത് സൂര്യനും ചന്ദ്രനും നക്ഷത്രമുള്ള സ്ഥലമാണ്. അവിടെ ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തോടനുബന്ധിച്ച് ഈ വിരി മുഴുവൻ കീറിപ്പോയി എന്ന ചരിത്രം പറയുന്നു. അതാണ് യേശുവോട് പറയുന്ന ആകാശശക്തികൾ ഇളകും എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇത് ഒന്നാം പ്രവചനത്തിലാണ് ആകാശത്തിൽ ഇളകും എന്ന് പറയുന്ന അർത്ഥം. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? ഈ തലമുറ കടന്നു പോവുകയില്ല എന്ന് ഈശോ പറയാം. തലമുറ എന്ന് പറഞ്ഞാൽ 40 വർഷം എന്നാണ് യഹൂദന്മാരുടെ കാൽക്കുലേഷൻ. 40 വർഷം കഴിഞ്ഞ് തലമുറ പറഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണാം, മോശയും
സമൂഹവും 40 വർഷം മരുഭൂമി അലഞ്ഞു തിരിഞ്ഞു. ഒരു തലമുറ മറിഞ്ഞിട്ടാണ് പിന്നെ അവർ കാനാൻദേശത്തേക്ക് പ്രവേശിക്കുന്നത്. തലമുറ മറിയാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു തലമുറ AD 30 ഈശോ മരിക്കുന്നു. 40 വർഷം കഴിയുമ്പോൾ ആണ് അടുത്ത തലമുറ ഉള്ളത് നാശത്തിലേക്ക്, ജെറുസലേം ദേവാലയത്തിൽ നാശത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാനായിട്ട് ജെറുസലേം സ്ത്രീകളോട് പറയുന്നതിന് കാരണമില്ല. അപ്പൊ ഈശോയുടെ വളരെ വ്യക്തമായി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ജെറുസലേം ദേവാലയത്തിന്റെ നാശമാണ് അവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതറിയാമോ? ഇതുപോലെ തന്നെ സംഭവിക്കുകയാണ്, വലിയൊരു ദുരന്തം സംഭവിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തിന് ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രബോധനം അനുസരിച്ച്, വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ജെറുസലേമിലുള്ള സകല ക്രിസ്ത്യാനികളും നേരെ പാലായനം ചെയ്യും. ഒരു കുന്നിന്റെ മുകളിലോട്ട് പാലായനം ചെയ്ത് രക്ഷപ്പെടും. ഈശോ പറഞ്ഞതാ, ഇവിടെ നിൽക്കരുത്, നിങ്ങൾ ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എടുക്കപ്പെടും എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ പിന്നാലെ. അപ്പോ നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളം പറഞ്ഞിട്ടുണ്ട് ഈശോ. അവർ ഓടി രക്ഷപ്പെടും. അതിനുള്ളിൽ നിന്ന് സംഭവിക്കും, പരസ്പരം യുദ്ധം ചെയ്യും. പരസ്പരം യുദ്ധം ചെയ്ത് അവസാനം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ജെറുസലേം ദേവാലയം നശിക്കും. ഈ നശിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു സുവിശേഷാത്മക വിഷയമുണ്ട്. അതാണ് വെളിപാട് പുസ്തകം പറയുന്ന സംഭവം. വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജെറുസലേമിന്റെ നാശം എന്ന് പറയുന്നതിന് ബാബിലോണിന്റെ മഹാവേശിയായ ബാബിലോണിന്റെ അധപതനമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ ചിത്രീകരിക്കുന്നത്. എന്നിട്ട് അവിടെ സംഭവിക്കുകയാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരുന്നു. 1000 വർഷത്തെ യേശു ക്രിസ്തുവിന്റെ ഭരണം കടന്നു വരും. ഇതാണ് വെളിപാട് പുസ്തകത്തിൽ ഇതിന്റെ ഒരു സംഭവം വരുന്നത്. എന്താണ് അതിനർത്ഥം? അതായത് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു വ്യാഖ്യാന പ്രകാരം വരുന്നത്, ജെറുസലേം ദേവാലയം നശിക്കുന്നു, അതിൽ തിന്മ നിറഞ്ഞ ആളുകളൊക്കെ നശിക്കുന്നു, അത് ജെറുസലേം ദേവാലയം കംപ്ലീറ്റ് നശിക്കുന്നു. അതിനുശേഷം ഒരു കാര്യം സംഭവിക്കുകയാണ്, പഴയ ഇസ്രായേലിന്റെ സ്ഥാനത്ത് പുതിയ ഇസ്രായേലായ സഭ അതിന്റെ പൂർണ്ണതയിൽ പരിലസിക്കുന്നു. അപ്പൊ AD 70 വരെ ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്നു, അതിൽ ആരാധന ഉണ്ടായിരുന്നു, അതിലെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വന്നിരുന്നു, അവിടെ ബലിയർപ്പണങ്ങൾ നടന്നിരുന്നു, അവിടേക്ക് ക്രിസ്ത്യാനികൾ കടന്നു ചെന്നിരുന്നു. മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലി പൂർത്തീകരിക്കപ്പെട്ടിട്ടും മൃഗബലിക്ക് വേണ്ടി യഹൂദ ദേവാലയത്തിനകത്തേക്ക് പോകുന്ന ഒരു പരിപാടി ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. പൗലോസ് ശ്ലീഹയൊക്കെ അങ്ങോട്ട് പോകുന്നതായിട്ട് യാക്കോബ് ശ്ലീഹ അപ്പസ്തോലപ്രവർത്തനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ജെറുസലേമിന്റെ നാശത്തിന് മുന്നോടിയായി ഈശോ ഇങ്ങനെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യമുണ്ട്. ഈശോ യാക്കോബിനോട് പറയും, ചെറിയ യാക്കോബ്, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, അപ്പസ്തോലന്മാരിലെ ഹെൽപ്പയുടെ പുത്രനായ യാക്കോബിനോട് പറയുന്നുണ്ട്, നിന്റെ കാലിന്റെ മുട്ട് തേയ്മാനം, അതായത് മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, അത് എപ്പോ നിൽക്കുന്നുവോ അപ്പോഴാണ് ജെറുസലേം ദേവാലയത്തിന്റെ നാശം ആരംഭിക്കുക. എപ്പോഴാണ് അങ്ങനെ രാജ്യം സ്ഥാപിക്കാൻ വരുന്നത്, ഇപ്പോഴാണോ എന്ന് ചോദിക്കുന്നതിന്റെ മറുപടി ആയിട്ട് ബാലൻസ് ഉള്ള മറുപടി അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ കാണുന്ന കാര്യം പറഞ്ഞു. അതുപോലെ സംഭവിക്കുകയാണ്, ചെറിയ യാക്കോബാണ് ജെറുസലേമിലത്തെ മെത്രാൻ. നമുക്ക് ബൈബിൾ സഹായിക്കുന്നത്. ആ ചെറിയ യാക്കോബിനെ പുരോഹിതനെ പോലെയാണ് ഇസ്രായേൽക്കാർ കണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ജെറുസലേം ദേവാലയത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചെറിയ യാക്കോബിനെ AD 63 ഇസ്രായേൽക്കാർ, യഹൂദന്മാർ ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെ ഇട്ട് കൊല്ലും. കല്ലെറിഞ്ഞ് അതിന് മീതെ ഒരു കല്ലെറിഞ്ഞ് കൊല്ലും. അതോടുകൂടി അവിടെ മുതൽ ജെറുസലേം ദേവാലയത്തിന്റെ നാശം ആരംഭിക്കാൻ തുടങ്ങി. ഇതിനെ പ്രതി യഹൂദ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എദോമ്യർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. 63 മുതൽ 70 വരെ കലാപമായി. ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടിയാണ് റോമാക്കാർ വന്ന് ആക്രമിക്കുന്നത്. AD 67 മുതൽ 70 വരെയുള്ള സമയത്ത് ജെറുസലേം ദേവാലയം കംപ്ലീറ്റ് നശിപ്പിച്ച് കല്ലിമേ കല്ലിയെ ശേഷം നശിപ്പിക്കപ്പെടും. അതാണ് സംഭവിക്കുന്നത്. അതിനാണ് ബാബിലോണിന്റെ പതനം എന്ന രീതിയിൽ വെളിപാട് പുസ്തകം പറയുന്നത്. ഇതിനുശേഷം 1000 വർഷത്തെ ഭരണം, ഇത് വലിയൊരു ഡിസ്പ്യൂട്ടാണ്. 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് എന്താ സംഭവം? പലരും പറയുന്നത് 1000 വർഷം ഇവിടെ ഭൂമിയിലേക്ക് യേശു ഒന്ന് ഭരിക്കുന്ന, അങ്ങനെയല്ല. 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് AD 70 ശേഷം സഭയിലൂടെ ദൈവരാജ്യം ഭൂമി മുഴുവൻ വ്യാപിക്കുന്നതും, യേശു തന്റെ ഐഹികമല്ലാത്ത രാജ്യം, ഹൃദയങ്ങളിൽ ഭരിക്കുന്ന രാജ്യം, സഭയുടെ മഹത്വീകൃതമായ രാജ്യം ലോകത്ത് സ്ഥാപിക്കുന്നതും യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അങ്ങനെ യേശുക്രിസ്തു പ്രപഞ്ചത്തെ ലോകത്തെ ഭരിക്കുന്നതുമാണ്
1000 വർഷത്തെ ഭരണം. അപ്പൊ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ നമ്പറുകളുടെ പ്രത്യേകത പറയും. നമ്പർ കാണുമ്പോൾ 1000 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന 1000 അല്ല, ഒരു നിശ്ചിതമായ അനന്തകാലം എന്നാണ്. വളരെയധികം വർഷങ്ങൾ സഭയിലൂടെ യേശുക്രിസ്തു ഭരിക്കുന്നു എന്നാണ് അർത്ഥം. ബൈബിൾ നമ്പറുകൾ വെച്ച് പറയാം. 2 പൂർണ്ണസംഖ്യയാണ്, 3 പൂർണ്ണസംഖ്യയാണ്, 5 പൂർണ്ണസംഖ്യയാണ്, 7 പൂർണ്ണസംഖ്യയാണ്, 10 പൂർണ്ണസംഖ്യയാണ്, 12 പൂർണ്ണസംഖ്യയാണ്, 40 പൂർണ്ണസംഖ്യയാണ്, 50 പൂർണ്ണസംഖ്യയാണ്, 100 പൂർണ്ണസംഖ്യയാണ്, 120 പൂർണ്ണസംഖ്യയാണ്, 1000 പൂർണ്ണസംഖ്യയാണ്, 144 പൂർണ്ണസംഖ്യയാണ്. ഈ പൂർണ്ണസംഖ്യ എന്ന് പറയാൻ കാരണം ഇതിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ അതെല്ലാം അപൂർണ സംഖ്യകളായി. 6, 7 അല്ല 6, 13 അപൂർണ സംഖ്യകളായിട്ട് കണക്കാക്കുന്ന സംഭവങ്ങളായി പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ അപൂർണ സംഖ്യകളായി കണക്കാക്കും. അപ്പൊ ബൈബിളിലെ ഭാഷയിൽ നമ്മൾ ഈ പൂർണ്ണസംഖ്യകൾ വെച്ച് പറയണം. ഉദാഹരണം, സ്വർഗത്തിൽ 144,000 പേരാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ 1,44,000 പേരെ രക്ഷിക്കപ്പെടുള്ള സ്വർഗത്തിൽ എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇവിടെ പറയുകയാണ് ഓരോ ഗോത്രങ്ങൾക്കും 12,000 പേര്, അങ്ങനെ 144,000 പേരുള്ളൂ സ്വർഗത്തിൽ. അതൊക്കെ എന്നേ കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളൊക്കെ മണ്ടന്മാരായോ. അപ്പൊ യഹോവ സാക്ഷികളൊക്കെ പറയും 144,000 പേരാണ് സ്വർഗത്തിൽ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അത് ഞങ്ങളുടെ സഭയിൽപ്പെട്ട 144,000 പേരാണ്. പല ബന്ധപുസ്തകരും അത് ഏറ്റെടുത്ത് പറയും, ഞങ്ങളുടെ സഭയിൽപ്പെട്ട 144,000 പേര്. എന്നാൽ ഇവിടെ അർത്ഥം അതല്ല. 12 പൂർണ്ണസംഖ്യയാണ്. 12 × 12 144 × 1000, അതായത് അനന്തകോടി ജനം എന്നാണ് അർത്ഥം. നമ്മൾ പറയില്ലേ 100,000 ജനം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ 100,000 ജനം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് 144,000 എന്നുള്ള പ്രയോഗം. അനന്തമായൊരു ജനത സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി മറ്റൊരു വാക്യം വെളിപാട് പുസ്തകം കാണാം. സമയങ്ങളും സമയവും അതിന്റെ പകുതി. സമയങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വർഷം, സമയം എന്ന് പറഞ്ഞാൽ 1 വർഷം, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 വർഷം എന്ന് പറഞ്ഞാൽ 3.5 വർഷക്കാലം. സഭയിലെ പീഡനത്തെ പറ്റി പറയുന്ന കാലഘട്ടമാണ് 3.5 വർഷക്കാലം. അത് നമുക്ക് കാണാൻ സാധിക്കും. ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തോടനുബന്ധിച്ചുള്ള പീഡനം 3.5 വർഷം. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് 3.5 വർഷം. പക്കബയാരുടെ കാലഘട്ടത്തിലെ ടോളമി രാജാവാണെന്ന് തോന്നുന്നു, അല്ല അന്തിപക്കസോ, അവര് ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചത് 3.5 വർഷം. അതുപോലെ തന്നെ ലോകാവസാന കാലഘട്ടങ്ങളിലുള്ള സഭയ്ക്കുണ്ടാകുന്ന വലിയ പീഡനം 3.5 വർഷം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമയങ്ങളും സമയവും സമയത്തിന്റെ പകുതി 3.5 വർഷം. അപ്പൊ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 7 വർഷമാണ് അന്തിക്രിസ്തുവിന്റെ ഭരണമെന്നും 3.5 വർഷം പീഡന വർഷമെന്നും 3.5 വർഷം സുഖകരമായ വർഷം എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളത്. പ്രത്യേകം പറയുന്നു, കേട്ടിട്ടുള്ളത്. ഇതില് വരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. 3.5 വർഷം പീഡനകാലം സഭയിൽ പറയുന്നുണ്ട്. ഇതാണ് ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്. വെളിപാട് പുസ്തകത്തിലെ 1000 വർഷത്തെ ഭരണത്തെ പറ്റി പറഞ്ഞു. ഇനി വെളിപാട് പുസ്തകത്തിലെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് ഇപ്പോഴുള്ളത് സഭയെ കുറിച്ചാണ്. 22-ാം അധ്യായത്തിൽ പറയുന്ന ജീവജലത്തിന്റെ അരുവിയും അതിലെ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്, ഇന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം ഇതുപോലെ ഡബിൾ പ്രൊഫസിയാണ്. ഇതുപോലെ തന്നെ ഇതും ഡബിൾ പ്രൊഫസി. മത്തായി 24-ാം അധ്യായം ഡബിൾ പ്രൊഫസിയാണ്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ ഇനി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. യേശു എത്ര പ്രാവശ്യം വരും എന്നാണ് ചോദ്യം. യേശു എത്ര പ്രാവശ്യം വരും? യേശു എത്ര പ്രാവശ്യം വരും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യാവതാരം ചെയ്ത വചനമാകുന്ന പുത്രൻ തമ്പുരാൻ. ഇന്ന് വചനമാകുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരത്തിലാണ്, വേറൊരു രൂപത്തിലല്ല. അപ്പോൾ എപ്പോഴാണ് യേശു ആദ്യം വരുന്നത്? മനുഷ്യപുത്ര അവതാരം എപ്പോഴാണ് എടുക്കുന്നത്? 1-ാമത്തെ വരവ് കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യനായി പിറന്നു. അതാണ് യേശുവിന്റെ 1-ാമത്തെ വരവ്. ഈ വരവിന്റെ ലക്ഷ്യം മനുഷ്യന്റെ രക്ഷയാണ്. മനുഷ്യന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉയർപ്പും ആത്മാവിന്റെ രക്ഷയും. അത് യേശു പൂർത്തീകരിച്ചത് കുരിശിലാണ്. അതെങ്ങനെ പൂർത്തീകരിച്ചു? മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ചിട്ടാണ് അത് പൂർത്തീകരിച്ചത്. ഇത്രയും കാര്യം നമ്മൾ ആദ്യം സ്പഷ്ടമാക്കണം.
ഇനി യേശുവിന്റെ രക്ഷയുടെ അനുഭവം മനുഷ്യർ എപ്പോഴാണ് ലഭിക്കുന്നത്? ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം മരിക്കുന്നവർക്കെല്ലാം, എസ്പെഷ്യലി ക്രിസ്ത്യൻസിനെ, അത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവിന്റെ രക്ഷ. എന്താണ് അതിന്റെ പറയുന്ന അർത്ഥം? ആത്മാവിന്റെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന് മുമ്പ് വരെയുള്ള ആത്മാവ് പാതാളത്തിൽ ബന്ധിതമായിരിക്കും. സ്വർഗത്തിൽ പോവില്ല, നരകത്തിൽ പോകുന്ന ആത്മാവ് നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോവില്ല. അവർ അങ്ങനെയുള്ള ആത്മാക്കളെ ദൈവം കാത്തു സൂക്ഷിച്ച സ്ഥലമാണ് പാതാളം. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അബ്രാഹത്തിന്റെ മടി. യേശു തന്റെ സുവിശേഷവുമായി, അല്ലെങ്കിൽ യേശു മനുഷ്യരക്ഷ പ്രാപ്തമാക്കി എന്നുള്ള സത്യം കുരിശുമരണത്തിന് ശേഷം 3 ദിവസത്തെ അവരുടെ ശുശ്രൂഷ, അതായത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു, അതുവരെ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ള വിശുദ്ധരുടെ ആത്മാക്കളുമായി പുറത്തേക്ക് വന്നു. കാരണം ദൈവമായിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം, യേശു ദൈവമാണ്. പാതാളത്തിലേക്ക് ദൈവം ഇറങ്ങി ചെന്നപ്പോൾ പിന്നെ പാതാളം സ്വർഗമായി മാറി. ദൈവമില്ലാത്ത സ്ഥലമായിരുന്നു പാതാളം, നരകത്തിന്റെ മേൽത്തട്ടെന്ന് അതിന് പറഞ്ഞിരുന്നത് ദൈവമില്ലാത്ത സ്ഥലമായതുകൊണ്ട്. എന്നാൽ ദൈവം പാതാളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൈവമുള്ള സ്ഥലം സ്വർഗമാണ്. അതോടുകൂടി പാതാളത്തിൽ കീറിപ്പോയി പാതാളം സ്വർഗമായി മാറി. പാതാളത്തിൽ നിന്ന് എല്ലാവരും സ്വതന്ത്രരായി. ഇതാണ് ആത്മാവിന്റെ രക്ഷ. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്റെ ആത്മാവിൽ യേശുവിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ ക്ലബ് ചെയ്ത് എന്റെ ഉള്ളിൽ വസിക്കും. ഞാൻ മരിച്ച എന്ത് സംഭവിക്കും? ഞാൻ മരിച്ചാൽ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് വരും. കൂടെ പരിശുദ്ധാത്മാവിന്റെ കൂടെ എന്റെ ആത്മാവ് ഉണ്ടായിരിക്കും. എന്റെ ആത്മാവിന് ശരീരമില്ലല്ലോ. ഇപ്പൊ ഇത്രയും കാലം പരിശുദ്ധാത്മാവ് എന്റെ ശരീരത്തിൽ വസിച്ചെങ്കിൽ എന്റെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ വസിക്കും? എന്റെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ശരീരമുള്ളത് ക്രിസ്തുവിനാണ്. യേശു ക്രിസ്തുവിന് സ്വർഗ്ഗത്തിൽ ശരീരമുണ്ട്. അവിടേക്ക് ആത്മാവ് എന്റെ ആത്മാവിനെ യേശുവിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുചെല്ലും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മരിച്ച് ക്രിസ്തുവിലായിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിലാവുക. കാരണം യേശു ക്രിസ്തുവിന് ശരീരമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 14 എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടാരം ഒരുക്കാൻ പോകുന്നു. എങ്ങനെ? കുരിശിൽ മരിച്ച് മുറിവേറ്റ ശരീരം നമുക്കുള്ള കൂടാരമായി മാറുകയാണ്. അതാണ് യേശു ക്രിസ്തു ഒരുക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യ കൂടാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എങ്ങോട്ട് പോകും? യേശു ക്രിസ്തുവിൽ പോകും. യേശു ക്രിസ്തു. അതുകൊണ്ടാണ് വെളിപാട് 3:21 പറയുന്നു, വിജയം മരിച്ചവനെ ഞാൻ അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ അവരെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. വെളിപാട് 3:21. യേശു എവിടെ ഇരിക്കുന്നു? അതേ കസേരയിൽ നമ്മൾ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കും. ഇതാണ് അതിന്റെ പോയിന്റ്. ആരെ? എന്റെ ആത്മാവ്. ശരീരമല്ല, ശരീരം മണ്ണിലടിക്കും. ആത്മാവിന്റെ രക്ഷ ഈ പറയുന്നത്, ആത്മാവ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ നേരെ യേശുവിൽ ആയിരിക്കും. ഞാൻ വിജയം വരിച്ച എന്റെ പിതാവിനോടത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവൻ എന്നോടത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. അപ്പൊ ഏത് കസേരയിൽ ഇരിക്കണേ? പിതാവിന്റെ കസേരയില് യേശുവിന്റെ കൂടെ നമ്മൾ ഇരിക്കുന്ന പറയുന്നത്. അതാണ് വിശുദ്ധാത്മാക്കൾ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. യേശുവിലായിരിക്കുക. അതാണ് ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആത്മാവിന്റെ രക്ഷ, നമ്മൾ ഈ ആത്മാവ് യേശുവിലായിരുന്നു കഴിഞ്ഞാൽ അടുത്തതാണ് ശരീരത്തിന്റെ ഉയർപ്പ്. ആത്മാവ് ഒക്കെ ശരീരത്തിന്റെ ഉയർപ്പും കൂടി ഉണ്ടല്ലോ. യേശു ചെയ്ത് ശരീരത്തിന്റെ ഉയർത്തെഴുന്നേറ്റതാണ്. ശരീരത്തിന്റെ ഉയർപ്പുണ്ട്. പക്ഷെ ശരീരത്തിന്റെ ഉയർപ്പ് ഇപ്പോഴല്ല, നമ്മൾ മരിക്കുന്ന സമയത്തല്ല, അപ്പോഴും പൂർണ്ണതയാണ്. അതിനുള്ള സമയമാണ് ലോകാവസാന നാള്. യേശു പറഞ്ഞ വാഗ്ദാനമാണത്. യേശു വീണ്ടും വരുന്നത് എന്തിനാണ്? വിധിക്കുവാനും നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുവാനും ശരീരങ്ങൾക്ക് രക്ഷ തരാൻ വേണ്ടി, ശരീരത്തിന് രക്ഷ തരാൻ വേണ്ടി. അതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ അച്ചാരമായി യേശുവിന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു. നമ്മൾ വിശ്വസിച്ചു, യേശുവിന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നിന്റെയും എന്റെയും ശരീരം ഉയർത്തെഴുന്നേൽക്കും. അത് അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു. കുരിശിലത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന്റെ പൂർത്തീകരണം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കാൻ യേശു വീണ്ടും വരും. അപ്പൊ 2ാം വരവിന്റെ ഉദ്ദേശം 2 വരവേ ഉള്ളൂ. 1ാമത്തെ വരവ് ആത്മാവിനെ രക്ഷിക്കുന്നത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ശരീരത്തിന്റെ ഉയർപ്പും പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ അതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് ലോകാവസാന നാളിലാണ് യേശു 2ാമത് വരുന്നത് നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുവാനും
അപ്പോൾ യേശുവിൽ ഉണ്ടായിരുന്ന ഈ ആത്മാവ് ഈ ശരീരത്തിൽ വന്ന് വസിച്ച് ദൈവമകനായിട്ട് സ്വർഗത്തിൽ പരിലസിക്കാനും. അതാണ് അതിന്റെ ലക്ഷ്യം. ലോകാവസാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തി എന്ന നിലയിൽ പൂർണ്ണതയിലേക്ക് ദൈവകുട്ടിയായി മാറാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പൂമ്പാറ്റ ഒരു മുട്ട വിരിയുന്നു. മുട്ടയിലായിരിക്കുന്ന പൂമ്പാറ്റ അത് വിരിഞ്ഞ് ലാർവയായി നടക്കുന്നു, പിപ്പയിൽ പ്രവേശിക്കുന്നു, പിന്നെ അത് പൂമ്പാറ്റയായി പറക്കുന്നു. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നു. മനുഷ്യനെ പോലെ ലാർവയെ പോലെ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു കാണിക്കുന്നു. മരണമാകുന്ന പിപ്പയിൽ പ്രവേശിക്കുന്നു. ലോകാവസാനം നാളിൽ പൂമ്പാറ്റയായി ദൈവകുട്ടിയായി പറന്നുയരുന്നു. ഇപ്പൊ ലോകാവസാനം വരേണ്ടതല്ലേ? അതെ, ലോകാവസാനം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയൊരു സമ്മാനത്തിന്റെ ദിവസമാണ്. നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടുന്ന ദിവസമാണെന്നേ. നമ്മൾ ദൈവകുട്ടിയായി മാറുന്ന സമയമാണ്. ദൈവമക്കൾ എന്ന വലിയ അവകാശത്തിന്റെ പൂർണ്ണതയിലേക്ക്, ആദിയിൽ എങ്ങനെയായിരുന്നു അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ആത്മാവിന്റെ രക്ഷയിൽ അവസാനിക്കുന്ന സംഗതിയല്ല ക്രിസ്ത്യാനിറ്റി. ശരീരത്തിന് ഉയർപ്പിനും കൂടി ഉള്ളതാ. സെമറ്റിക് മതങ്ങൾ മാത്രമാണ് ശരീരം ഉയർപ്പ് വിശ്വസിക്കുന്നത്. ഹിന്ദു മതത്തിലൊക്കെ ശരീരം ഉപേക്ഷിച്ച് വേറെ ശരീരം സ്വീകരിക്കുന്നു, പുനർജന്മ സിദ്ധാന്തം. നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടും. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ കാര്യം. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന കാര്യം. കാരണം അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ ശരീരം ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് തെളിവ്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെട്ടേ തീരും. അതുകൊണ്ടാണ് 1:15 അധ്യായത്തിൽ പൗലോസിലേക്ക് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ, കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും. നമ്മൾ ചിന്തിക്കണം, കണ്ണുമിക്കാൻ ഇത്രയധികം നേരം മരിച്ച് ഒരാത്മാ എത്ര പേര് മരിച്ചു, അവർ യേശു ക്രിസ്തുവിലായിരിക്കുന്നു. അവർക്കൊന്ന് കണ്ണു ചിമ്മണ നേരം കൊണ്ട് രണ്ടാം വരവ് വരും, ലോകാവസാനം ഉണ്ടാകുന്നവർ കണ്ണു ചിമ്മാൻ ഇത്രയും നേരം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമയമല്ല സ്വർഗത്തിലെ സമയം. അത് പ്രത്യേകം. നമ്മളിവിടെ 100 വർഷത്തിന്റെ ജീവിത ചരിത്രത്തെ കുറിച്ചാണ് ചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിത്യകാലത്ത് ജീവിതം. അപ്പൊ അവര് കണ്ണിമ വയ്ക്കുന്ന സമയം എന്ന് പറയുന്നത് ലോകാവസാനം ആയിട്ടില്ലെന്ന് അർത്ഥം. അതായത് ആ ടൈം എടുക്കുന്ന ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മൾ വെറുതെ ഒന്ന് ഗസ് ചെയ്യാം. നമുക്കിപ്പോ കുട്ടികളൊക്കെ പറയാൻ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സാധാരണ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വ്യാഴത്തിലെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 കൊല്ലം, ഭൂമിയുടെ ഒരു വർഷം എന്ന് പറഞ്ഞത് 365 ദിവസം എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലെ കണ്ണടയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴായിട്ടില്ല. ഭൂമിയിലെ അവസാനം സ്വർഗത്തിൽ കണ്ടങ്ങനെ നേരം എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ജീവിതം എന്ന് പറഞ്ഞ നിത്യകാലമാണ്. ആ നിത്യകാലത്തോട് തുലനം ചെയ്യുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത യേശു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പോയിട്ട് ഇതുവരെ ആയിട്ടില്ല എന്നർത്ഥം. ലോകാവസാനം എന്നാണ് അതിന്റെ പ്രത്യേകത. അതായത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയി, നമ്മുടെ ആത്മാവ് യേശുവിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ആത്മാവ് കണ്ണിമയ്ക്കുന്ന സമയം കൊണ്ട് യേശുവിന് രണ്ടാം വരവ് വരുന്നതായി നമ്മുടെ ആത്മാവ് അനുഭവിക്കും. അതാണ് അതിന്റെ ആ സ്പീഡ് എന്ന് പറയുന്നത്, ടൈമിന്റെ സ്പീഡ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇതാണ് ഡയറക്റ്റ്ലി ഞാൻ പറയാണ് യേശു ക്രിസ്തുവിന്റെ നമ്മുടെ ഓരോരുത്തരെയും മരണം, നമ്മുടെ ഓരോരുത്തരെയും ഉയർപ്പ്, ശരീരം ഉയർപ്പ്. ലോകാവസാനം യേശു എന്ത് ചെയ്യും, അതെങ്ങനെ വരും, അതിനെ പറ്റിയുള്ള സംഭവം പറയണേ. എങ്ങനെയാണ്? 2 തെളിവാണ് സഭ ആകെ പറയുന്നത്. രണ്ട് തെളിവ്. അത് കത്തോലിക്ക സഭ എടുത്താലും പഠിപ്പിക്കാറില്ല സാധാരണ രീതിയിൽ. കത്തോലിക്ക സഭ മതബോധനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. CCC 674 മഹത്വപൂർണമായ മിശിഹായുടെ വരവ് ചരിത്രത്തിന്റെ ഓരോ നിമിഷത്തിലും മാറ്റിവെക്കപ്പെടുന്നു. ഇസ്രായേൽ മുഴുവൻ അവിടുത്തെ തിരിച്ചറിയുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ തെളിവ്, ഇസ്രായേൽ മക്കൾ, ഇന്ന് നിലവിലുള്ള ഇസ്രായേൽ മക്കൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതാണ് ഒന്നാമത്തെ തെളിവ്. അപ്പോഴാണ് ലോകാവസാനം വരിക. ഇത് CCC പറയുക, ലോകാവസാനം അപ്പോഴാണ് വരിക. ബൈബിളിൽ എവിടെയുള്ളത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 11 അധ്യായം. ഇരുപത്തി 5 മുതലുള്ള തിരുവചനങ്ങളിൽ
സഹോദരനെ, ഞാനിങ്ങനെ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നവരെന്ന് മാത്രം. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അങ്ങനെ തന്നെ സിയോനിൽ നിന്ന് വിമോചനം വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം എടുത്തു കളയും. ഉണ്ടോ? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വിജാതി രക്ഷ പ്രാപിച്ചതിന് ശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷപ്പെടും. അതെപ്പോഴാണ്? ലോകാവസാന നാളിന്റെ മുന്നോടിയായി ഇസ്രായേൽക്കാർ യേശുവിനെ രക്ഷനാഥനുമായി പറയുന്നതല്ല, സഭയിൽ അംഗങ്ങളായി മാമോദിസ സ്വീകരിക്കണം. അതാണ് തെളിവ്. ഇസ്രായേൽക്കാർ ലോകാവസാനത്തിന് മുന്നോടിയായി. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിലെ മെസ്സിയാനിക് ജ്യൂസ് എന്ന് പറയുന്ന വിഭാഗം അധികമായി ഇസ്രായേലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബോനി ജ്യൂസിനെ ആണ് ഏറ്റവും കൂടുതൽ. അതിന് പിന്നാലെ മെസ്സിയാനിക് ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ജ്യൂസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ തെളിവ് എന്ന് പറയുന്നത് ബൈബിളിൽ കാണാവുന്ന തെളിവ് തന്നെയാണ്, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന തെളിവ് തന്നെയാണ്. അതിപ്രകാരമാണ് CCC 675. സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. മതപരമായ പരമവഞ്ചന അന്തിക്രിസ്തുവിൻ്റെതായിരിക്കും. മനുഷ്യൻ ദൈവത്തിന്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെ സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിശിഹാവാദമാണ് അത്. അതാണ് ഈ പറയുന്ന അന്തിമ പരീക്ഷ. അതായത് സഭയുടെ അവസാന നാളിൽ വലിയൊരു പീഡനം സംഭവിക്കും. ആ പീഡനം സംഭവിക്കുമ്പോൾ അനേകം പേര് സഭ വിട്ടുപോക്കുണ്ടാവും. അത് മതപരമായ ഒന്നെങ്കിൽ അത് മതപരമായ പരമവഞ്ചന, അതല്ലെങ്കിൽ അതായത് ഒരു മതമായിരിക്കും ക്രിസ്തു മതത്തിനെതിരെ ഉയർന്നു വരിക, ഒരു മതമായിരിക്കും. അതല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം, ഒരു സാമ്രാജ്യമായിരിക്കാം. അപ്പൊ ഒരു വ്യക്തിയാകാം, ഒരു സാമ്രാജ്യമാകാം, ഒരു മതമാകാം, ഒരു തത്വചിന്തയാകാം. ഇതാണ് അന്തിക്രിസ്തു. യേശുക്രിസ്തുവിന് ബദൽ നിൽക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു വ്യക്തി ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ചിലപ്പോൾ ഒരു മതമാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സഭയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ഇതേ പാറ്റേണിലെ ഒരു ആന്റി ക്രൈസ്റ്റിന്റെ സഭയ്ക്കെതിരെയുള്ള പീഡനത്തിന്റെ ഒരു പരമ്പര കാണാൻ സാധിക്കും. ചരിത്രത്തിലുടനീളം ഈ ഒരു പരമ്പര കാണാൻ സാധിക്കും. അത് റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരാകാം, പിന്നീട് അതിനുശേഷം സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ധൂർത്തും മറ്റ് സംഭവങ്ങളാകാം, അതുപോലെ തന്നെ സഭയ്ക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന തത്വചിന്തകൾ, ഇസങ്ങൾ ആയിരിക്കാം, മതമായിരിക്കാം. സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന മതം. മധ്യേഷ്യയിലൊക്കെ ക്രിസ്തു മതത്തിന്റെ ഏറ്റവും തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. ഇന്ന് മധ്യേഷ്യയിൽ ക്രിസ്ത്യാനികളില്ല. അത് അത്രവണ്ണം ഫുള്ള് എടുത്തു കളഞ്ഞു. ഒരു കാലത്ത് ക്രിസ്ത്യൻ പോപ്പുലേറ്റഡ് ഫുൾ ഏരിയ ആയിരുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനം എഴുതപ്പെട്ട സ്ഥലമാണ്. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം എഴുതപ്പെട്ട സ്ഥലമാണ്. തോമസ് ലീഹയൊക്കെ പ്രവർത്തിച്ച സ്ഥലമാണ്. അത് ഏരിയ ഒക്കെ കംപ്ലീറ്റ് മതപരമായ വഞ്ചനയിലൂടെ പോയി. എന്നാൽ ഇനി അവസാന നാളിൽ ഇതിനു വലിയ മതപരമായ വഞ്ചന കടന്നു വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിനു വലിയ ഇഷ്ടങ്ങൾ കടന്നു വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിനു വലിയ തത്വചിന്ത കടന്നു വരുമോ അറിഞ്ഞുകൂടാ. അതോ ക്രിസ്ത്യാനിറ്റിയെ മിമിക് ചെയ്യുന്ന ഒരു സമൂഹം കടന്നു വരുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടങ്ങളിൽ അന്തിക്രിസ്തുവാണ് മാർപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പല പ്രസ്ഥാനങ്ങളിലെയും പിറകെ നിൽക്കുന്നത് ഇതുപോലെയുള്ള ഇസങ്ങളാണ്. നമ്മളറിയാതെ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കെതിരെ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഫ്രീമേസൺ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വരുന്ന ചില മതപരമായ വഞ്ചനകൾ, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ നീങ്ങുന്ന വഞ്ചനങ്ങൾ സഭാപിതാക്കന്മാർക്കെതിരെയും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കെതിരെയും പറയിപ്പിക്കുന്ന രീതിയിൽ ഒരു തിന്മയുടെ ശക്തി സഭാമക്കൾ ഉള്ളുകൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും മാർപ്പാപ്പയ്ക്ക് ബോധമില്ല, മെത്രാന്മാർക്ക് ബോധമില്ല, സഭയ്ക്ക് ബോധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ക്രിസ്തു നൽകിയിരിക്കുന്ന അധികാരം സ്ത്രീകന്മാർക്ക് കൊടുത്തിരിക്കുന്നത്, കൈമാറിയിരിക്കുന്നത് സഭയിലൂടെയാണ്. സഭയ്ക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തിരുത്തി 2000 വർഷം വരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 2000 വർഷം വരെ ക്രിസ്തു സ്ഥാപിച്ച സഭ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സഭ 2000 വർഷത്തിന് ശേഷം വഴിതെറ്റി പോവുകയും വേറൊരു
പ്രസ്ഥാനമാണ് പിന്നെ മാറ്റുകയും ചെയ്യുന്നത്. ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ. ലോകാവസാന നാൾ എന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന പലരും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ എന്തോ നിന്ദ്യമായ കാര്യമായിട്ടും മാർപ്പാപ്പ എന്തോ, ഞാൻ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നേ, രണ്ടാമനും മാർപ്പാപ്പയ്ക്ക് ശേഷമുള്ള മാർപ്പാപ്പന്മാരൊക്കെ പൈശാചികമാണ് എന്ന് പറയുന്ന ആളുകള്. കണ്ട മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, കണ്ട മാർപ്പാപ്പയൊക്കെ പിശാചിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ രീതിയിൽ പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയുള്ളൂ. യേശുവാണ് സഭ സ്ഥാപിച്ചതെങ്കിൽ ക്രിസ്തുവിന്റെ സഭ തകരില്ല. മറ്റു പലരും സ്ഥാപിച്ച, യേശുവിനെ മിമിക് ചെയ്ത് സ്ഥാപിച്ച പല പ്രസ്ഥാനങ്ങളും തകർന്നു. മനസ്സിലാക്കുക. യേശുവിനെ മിമിക് ചെയ്ത് സ്ഥാപിച്ച മതങ്ങളുടെ പോപ്പുമാരൊക്കെ തകർന്നു. യേശു സ്ഥാപിച്ച സഭയും സഭയുടെ തലവനും തകർന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇതിനെ മിമിക് ചെയ്ത് അതേപോലെ ഉണ്ടാക്കിയ സംഭവമാണ് ഇസ്ലാം മതത്തിലെ ഖലീഫമാര്. അവര് 6-ാം നൂറ്റാണ്ട് മുതലേ 1917 വരെ അവർക്ക് ഖലീഫനെ കിട്ടി. ഇപ്പൊ ഖലീഫില്ല, മാർപ്പാപ്പില്ല എന്നുള്ള പോലെ അവർക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഇതുപോലെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങൾ സഭയെ പോലെ തുടങ്ങാൻ ആഗ്രഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒക്കെ തകർന്നുപോയി, ഒക്കെ തകരും. എന്നാൽ ക്രിസ്തു സ്ഥാപിച്ച സഭ തകരില്ലെന്നുള്ള ആദ്യം ബോധിപ്പിക്കുക. പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു എന്നുള്ള കാര്യം കർത്താവ് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അത് ബോധിപ്പിക്കുക. ചിലപ്പോൾ അച്ഛന്മാർ കുറ്റം കാണും, മെത്രൻ കുറ്റം കാണും, മാർപ്പാപ്പ തെറ്റ് ചെയ്യും. എന്നാൽ പോലും സഭയ്ക്ക് തെറ്റുപറ്റി. നമ്മൾ ആദ്യം അടിയുറച്ച് മനസ്സിലാക്കണം. എന്തിനെന്നറിയാമോ? അവസാന നാളിൽ സഭയിൽ എത്ര പേരുണ്ടെന്ന് എണ്ണ ചെയ്യാലോ. അവസാന നാളിലേ അവസാനം വരെ സഹിച്ചിട്ട് രക്ഷ പ്രാപിക്കുന്നു പറയുമ്പോൾ അതാണ് വിഷയം. സഭയിലൂടെയാണ് രക്ഷ എന്ന് പറയുന്ന വസ്തുത. അപ്പോൾ അതിന് പേരലായിട്ട് മതപരമായ വഞ്ചന ഉണ്ടായിരിക്കും. അതാണ് അന്തിക്രിസ്തു എന്ന പ്രവൃത്തി. സഹസ്രാബ്ദ വാഴ്ച, നിങ്ങൾ CCC 676 കാണും. സഹസ്രാബ്ദ വാഴ്ച എന്നുള്ള സംഭവം സഭ തള്ളിക്കളയുന്നു. വ്യക്തമായിട്ട് പറയാൻ തള്ളിക്കളയുന്നു. അതിപ്പോ സഭയിലൂടെ നടക്കുന്ന, ക്രിസ്തു ഭരിക്കുന്ന, ഹൃദയ പരിവർത്തനത്തിലൂടെ നയിക്കുന്ന ഭരണമാണ്. ലോകാവസാന നാളിന്റെ 2 ലക്ഷണം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ലക്ഷണം ഇസ്രായേൽക്കാർ ഒന്നടങ്കം ക്രിസ്ത്യാനികളാകുന്നു. രണ്ടാമത്തെ ലക്ഷണം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അന്തിക്രിസ്തു കടന്നു വരുന്നു. അതിനുശേഷം ഈശോ ആഗതനാകുന്നു. ഈശോ ആഗതനാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യൂദായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ തന്റെ സകല വിശുദ്ധന്മാരോട് കൂടി ദൂതന്മാരോട് കൂടി ഈശോ ഇതാ വാനമേഖലകളിൽ ആഗതനാകുന്നു. നമ്പർ ശ്രദ്ധിക്കണം, ഈ വാക്ക് ശ്രദ്ധിക്കണം. യൂദായുടെ ലേഖനത്തിൽ ഈ വാക്യം ശ്രദ്ധിക്കണം. അതായത് യേശു എങ്ങനെ വരുന്നു, യേശുവിന്റെ കൂടെ ആരുണ്ട്, അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. യൂദായുടെ ലേഖനത്തിൽ പറയുകയാണ്, അത് കൂടെ ദൂതന്മാരും കൂടെ, പിന്നെ ആരുണ്ട്, ദൂതന്മാരുണ്ടായിരിക്കും, കൂടെ വിശുദ്ധരുണ്ടായിരിക്കും. വിശുദ്ധർ 14-ാമത്തെ വാക്യം, യൂദാ 14-ാം വാക്യം, ഒരു അധ്യായം മാത്രം. കണ്ടാലും കർത്താവ് തന്റെ വിശുദ്ധരുടെ 10,000 കൂടെ ആഗതനായിരിക്കുന്നു. എന്ന് ഞാൻ പറയാൻ കാരണം അറിയാമോ? ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പോയിന്റ് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യേശുവിന്റെ കൂടെ വരുന്ന 10,000 വിശുദ്ധന്മാർ ആരാണ്? വിശുദ്ധരുടെ 10,000 ആരാണ്? ഒരു കത്തോലിക്കനോട് ചോദിച്ചാൽ നമ്മൾ പറയും വിശുദ്ധരൊക്കെ സ്വർഗത്തിലുണ്ടല്ലോ, അവരോട് കൂടി ഈശോ വരുന്നു. ഓക്കെ, ഇത് ഞാൻ ഇവിടെ നിർത്താറ്. ഞാൻ പിന്നെ പറയും, ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും പോയിന്റ് മനസ്സിലാക്കി. ഇനി ഇവിടെ യേശു വരുന്നു. വന്നാൽ യേശു എന്ത് ചെയ്യും? വന്നാൽ യേശു ക്രിസ്തു ഭൂമിയെ പുതുതാക്കും. മനസ്സിലാക്കണം, പുതുതാക്കും. അങ്ങല്ലാതെ നശിപ്പിക്കല്ല, പുതുതാക്കും. ദൈവം സൃഷ്ടിച്ച നശ്വരത മുഴുവൻ അനശ്വരമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ മനുഷ്യ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും. മനുഷ്യ ശരീരങ്ങൾ പൂർണ്ണതയിലേക്ക്, സ്വർഗീയ ശരീരങ്ങളിലെ മഹത്വകൃത ശരീരത്തിലേക്ക് മാറും, യേശു പറഞ്ഞതുപോലെ. എന്ന് മാത്രമല്ല, ഈ പ്രകൃതി മുഴുവൻ മാറും. പ്രകൃതിയിലെ ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ അനശ്വരമാക്കപ്പെടും. അതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിലൂടെ പറയുന്നത്. റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായം
19 പറയുന്നത് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടില്ല. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. എന്താ വ്യർത്ഥതയ്ക്ക് അടിമപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ഇങ്ങനെ ചീഞ്ഞു നാറുന്നു, ചത്തുപോകുന്നു, ജീവിതകാലങ്ങൾ വീണ്ടും കുറെ ജീവിക്കുന്നു, അങ്ങനെ വ്യർത്ഥതയ്ക്ക് അടിമപ്പെടുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്താണ് അതിനെ അഭീഷ്ടപ്രകാരം. അടുത്ത വാക്യം, സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സൃഷ്ടി എന്ത് സംഭവിക്കും? ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. എന്നിട്ട് ദൈവമക്കളുടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അതനുഭവിക്കും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഈറ്റുന്നതും അനുഭവിക്കുകയും നെടുവീർപ്പിക്കപ്പെടുകയും ചെയ്യും. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുപ്പാകുന്ന പുത്രത്തിലേക്ക് തിരിച്ചുകൊണ്ട് ആന്തരികമായി ലഭിക്കുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? സൃഷ്ടി രൂപാന്തരിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പറയാണ്, അതുപോലെ നമ്മുടെ ശരീരം രൂപാന്തരിക്കപ്പെടും. നമ്മൾ തിരിച്ചു പറയുകയാണ്, ശരീരം രൂപാന്തരിക്കപ്പെടുന്നത് പോലെ സൃഷ്ടി രൂപാന്തരിക്കപ്പെടും എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്. അപ്പൊ ലോകസാന നാളിൽ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാവും. ശുദ്ധീകരണ സ്ഥലത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താ? കഴിഞ്ഞു. ആത്മാക്കളുടെ ശുദ്ധീകരണം ഇല്ല. ഇനി ശരീരത്തിലേക്ക് ആത്മാവ് മാറി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ പീഡനത്തിൽ അവസാന കാലഘട്ടം ഉണ്ടാകുന്ന പീഡനം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിന്റെ വേദനകൾ അനുഭവിപ്പിക്കലാണ്. അതോടുകൂടി ശുദ്ധീകരണ സ്ഥലം എൻഡ്. ഇനി ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമല്ല, ഒരവസ്ഥയാണ്. ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ. അത് ഇവിടെ രക്തം കൊണ്ട് തീർക്കും ലോകാവസാന നാളിൽ. അപ്പൊ ശുദ്ധീകരണ സ്ഥലമില്ല. ശരീരം ഉയർപ്പിക്കപ്പെടും, ശരീരത്തിലൂടെ സ്വർഗം അനുഭവിക്കും. ഈ സ്വർഗവും ഭൂമിയും ഒരേ തട്ടിലേക്ക് മാറും. നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് ഭൂമി മാറുക എന്ന് പറഞ്ഞ അർത്ഥം. അത് ഓൾറെഡി ആയി കഴിഞ്ഞു. യേശു എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ റെഡി. അത് ലോകാവസാനം നാളിൽ യേശു വരുന്നതാണ് പ്രത്യാശ. ഇനി എന്ത് സംഭവിക്കും? പാപികളുടെ ശരീരങ്ങൾ അതുപോലെ ഉയർപ്പിക്കപ്പെടും. നരകത്തിൽ പോയി ആത്മാക്കൾ മുഴുവൻ ഈ ശരീരത്തിൽ പ്രവേശിക്കും. ഒരു വേദന അനുഭവിക്കുന്നുണ്ടോ? ഏത് വേദനയാണ് അനുഭവിക്കുന്നത്? ആ വേദന കണ്ടിന്യൂ ചെയ്യും. വേദന മാറില്ല. എന്നാണ് ഒരു വേദന അനുഭവിച്ചാൽ ആ വേദന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിത്യതയിലേക്ക് ആ വേദന മാറും. അതാണ് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെന്നുള്ള വേദനയാണ് എനിക്ക് വേദന. ആ വേദന അനുഭവിക്കുന്നവരും അത് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് നരകം. നരകം ഒരു സ്ഥലമാണ്. ഇറ്റ് ഇസ് പ്ലേസ് എന്ന് പറയുന്നത് നരകം ഒരു സ്ഥലമായിട്ടല്ല, ദൈവം ഇല്ലാത്തൊരിടം. ആത്മാവ് അവിടെ ദൈവത്തെ കാണാതെ വിലപിച്ചുകൊണ്ടിരിക്കും. ആ വേദന വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് നിത്യനരകം. പിശാചുക്കളും മാരകഭാവികളായ മനുഷ്യരും അനുഭവിക്കുന്ന സ്ഥലം നിത്യമായിട്ട്. അതുപോലെ ആത്മാവായിരുന്നു ശരീരത്തോടുകൂടെ അനുഭവിക്കും. ഇതാണ് ലോകാവസാനം സംഭവിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോഴാണ് കർത്താവ് വേഗം വരണമേ, എനിക്ക് സമ്മാനം തരണമേ എന്ന് നമ്മൾ വലിയ പ്രത്യാശയോടെ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത്. ലോകാവസാനം ഭയപ്പെടാനുള്ള കാര്യമില്ല. ലോകാവസാനം നമുക്ക് കിട്ടുന്ന സമ്മാനമാണെന്ന്. യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിന്റെ സമ്മാനം നമ്മൾ വാങ്ങാൻ പോകുന്ന ദിവസമാണ് ലോകാവസാനം. ഇത്രയും പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനെതിരെ നടക്കുന്ന തെറ്റായ പ്രബോധനം എന്താണെന്നാണ്. അത് മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ, ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, അമേരിക്ക ഇസ്രായേൽ സംഭവം, ഇതൊക്കെ കൂട്ടി പിണഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്ന തെറ്റായ പ്രബോധനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പെന്തക്കോസ്തുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം വരുന്നതാണ്. അത് മനസ്സിലാക്കണം. എത്ര പ്രാവശ്യം വരും? 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം വരും. അവർ പറയണം. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ? യേശുവിന്റെ 2ാം വരവല്ലുള്ളൂ ശരീരത്തിൽ ഉയർപ്പിക്കാൻ. പിന്നെ 4ഉം 5ഉം പ്രാവശ്യം വരുന്നത്. പക്ഷെ ഇവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് 4 പ്രാവശ്യം 5 പ്രാവശ്യം വരും. ഇതാദ്യമായിട്ട് ചരിത്രത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വേരൂന്നി വരുന്നത് സിംഗിളി കൊണ്ടുവന്നതാണ്. സിംഗിളിൽ നിന്ന് ബ്രദറൻ സഭയ്ക്ക് കിട്ടി. ബ്രദറൻ സഭ അത് വിശ്വസിക്കുന്നു. ബ്രദറൻ സഭയ്ക്ക് ശേഷം അത് പെന്തക്കോസ്തുകാർ കൊണ്ടുവരുന്നു. പെന്തക്കോസ്തുകാർ ഇന്ന് അത് വിശ്വസിക്കുന്നു. ഇത് അതിന്റെ ഒരു പാരമ്പര്യത്തിലെത്തുന്നത് 1984 യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗം അമേരിക്കയിലാണ് ഇത് വലിയൊരു പാരമ്പര്യം കൊണ്ടുപോകുന്നത്. എന്താണ് ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അത് ഇപ്രകാരമാണ്. യേശുവിന്റെ 1ാം വരവ് കഴിഞ്ഞു. ഓക്കെ, യേശു പോയി. ഇനി യേശു 2ാമത് വരും. 2ാമത് വരുമ്പോൾ യേശു എന്ത് ചെയ്യും?
വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോ പ്രശ്നം എന്താ? യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വിശുദ്ധരുടെ 10,000 കൂടി വാനമേഘങ്ങളിൽ ആഗതനാകും. നോക്കുമ്പോ മേഘങ്ങളിൽ വിശുദ്ധരില്ലല്ലോ. പെന്തക്കോസ്താന വിശുദ്ധരൊക്കെ എവിടെയാണ്? പർദീസായാലോ എവിടെയാണ് ഒളിച്ചിരിക്കുകയാണ്? യേശുവിന്റെ അടുത്തില്ല. അപ്പൊ വിശുദ്ധന്മാര് വാനമേഘങ്ങളിൽ വരണ്ടേ? അതിനൊരു കണ്ടെത്തിയ മാർഗമാണ് ഭൂമിയിൽ നിന്ന് മനുഷ്യരെ എടുക്കുക. അവരുടെ സഭയിലുള്ള ആൾക്കാരെ മാത്രം എടുക്കും, ബാക്കിയുള്ളവരെ എടുക്കില്ല. അപ്പൊ നിന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആൾക്കാരെ പ്രത്യക്ഷം. നിനക്ക് വീഡിയോസ് ഉണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടി വാനമേഘങ്ങളിലേക്ക് പോയി, പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്പൻ വാനമേഘങ്ങളിൽ പോയി, അല്ലെങ്കിൽ അമ്മ വാനമേഘങ്ങളിൽ പോയി, സഭയിലുള്ളവരൊക്കെ വാനമേഘങ്ങളിൽ പോയി. അവരൊക്കെ വാനമേഘങ്ങളിൽ ഇരിക്കുന്നു. യേശു അവിടെ വരുന്നു, മണവാളനായി വരുന്നു. ഇവരെ ആകാശത്ത് വാനമേഘങ്ങൾ കൂടാരം പടുത്തു വെക്കുന്നു. ഇതാണ് യേശുവിന്റെ രണ്ടാം വരവായിട്ട് പെന്തക്കോസ്തക്കാർ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ അവരുടെ സഭയിലുള്ള ആൾക്കാരൊക്കെ വാനമേഘങ്ങളിലെത്തി സെറ്റായി കഴിഞ്ഞാൽ ഭൂമിയിലുള്ളത് മുഴുവൻ എന്തായി? ജനം മുഴുവൻ മോശക്കാരായി. അപ്പോഴാണ് ജെറുസലേം ദേവാലയം പണിയാൻ ആരംഭിക്കുന്നത്. ജെറുസലേം ദേവാലയം പണിയാൻ കാരണം എന്താ? ഞാൻ മുമ്പ് വ്യാഖ്യാനിച്ചു, AD 70 ജെറുസലേം ദേവാലയം നശിക്കും. അപ്പൊ യേശുവിന്റെ രണ്ടാം വരവ് എന്ന് പറഞ്ഞ ജെറുസലേം ദേവാലയം നശിക്കും. അതാണ് ഒരു കൺസെപ്റ്റ്. കാരണം അവിടെ പറയുന്നത് എന്താണ്? AD 70 മനുഷ്യപുത്രന്റെ ആഗമനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ജെറുസലേം ദേവാലയത്തിന്റെ നാശവും പിന്നീട് സഭയുടെ AD 70 മുതലുള്ള സഭയുടെ മേൽക്കോയ്മയുണ്ട്. അത് ഇവർക്ക് അറിയാത്തത് കൊണ്ട് ഇവര് ഇപ്പൊ ദേവാലയം പണിതിട്ട് അതിനെ നശിപ്പിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ജെറുസലേം ദേവാലയം പണിയണം, പണിതതിന് ശേഷം അത് നശിപ്പിക്കണം. അപ്പൊ പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നശിപ്പിക്കാൻ വേണ്ടി ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഒന്നിച്ചു കൂടിയിട്ട് ജെറുസലേം ദേവാലയം നശിപ്പിക്കും. ഇങ്ങനെ നശിപ്പിക്കുമ്പോഴാണ് യേശുവിന്റെ മൂന്നാമത്തെ വരവ്. രണ്ടാം വരവ് വാനമേഘങ്ങളായിരുന്നു, മൂന്നാമത്തെ വരവ് നേരെ താഴ്ത്തേക്ക് വരും. അന്ത്യക്രിസ്തുവിനെ നശിപ്പിക്കാൻ വന്ന അന്ത്യക്രിസ്തുവിനെ യേശു ക്രിസ്തു വാളെടുത്ത് കൊല്ലും. എന്നിട്ട് കസേരയിട്ട് സിംഹാസനത്തിൽ ഇരുന്ന് 1000 കൊല്ലം യഹൂദന്മാരെ ഭരിക്കും. അങ്ങനെ യഹൂദന്മാരെ 1000 കൊല്ലം യേശു ഭരിക്കുമ്പോൾ ലോകം മുഴുവൻ യേശുവിന്റെ കീഴിൽ 1000 വർഷം അടിപൊളി ഭരണം. രാജ പ്രീ ട്രിബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തിന് മുന്നോടിയായി വലിയൊരു പീഡനം അന്ത്യക്രിസ്തു നടത്തും. സഭ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വാനമേഘങ്ങളിൽ ഒളിച്ചിരിക്കും. ഭൂമിയിലുള്ള യഹൂദന്മാര് ഈ നാശം ഏറ്റുവാങ്ങും. AD 70 ജെറുസലേം ദേവാലയം കഴിഞ്ഞതാണ്. പക്ഷെ ഇവർക്ക് ഇപ്പൊ ആയിട്ടില്ല, അത് അറിയില്ല. അവരിപ്പോ ജെറുസലേം ദേവാലയത്തിൽ പണിന്നിട്ട് ജെറുസലേമില് നാശം ഉണ്ടാവും. അപ്പൊ അതിൽ ജെറുസലേമിൽ യഹൂദന്മാരെ കൊന്നൊടുക്കും. ആ സമയത്ത് ഈ പ്രീ ട്രിബുലേഷന് മുമ്പ് യേശു വരും. യേശു വന്ന് ജെറുസലേം ദേവാലയം ഭരിച്ചിട്ട് 1000 വർഷം ഭരിച്ചിട്ട് യേശു വീണ്ടും സ്വർഗത്തേക്ക് പോകുമ്പോഴാണ് ഈ ട്രിബുലേഷൻ വരിക. അതായത് മഹാപീഡനം വരുന്നത് എന്ന് പറയുന്നതാണ് പ്രീ ട്രിബുലേഷൻ. മിഡ് ട്രിബുലേഷൻ എന്ന 1000 വർഷത്തിന് ഇടയ്ക്ക് പീഡനം ഉണ്ടാവും, വീണ്ടും യേശു വന്ന് രക്ഷിക്കും. അതാണ് മിഡ് ട്രിബുലേഷൻ. പോസ്റ്റ് ട്രിബുലേഷൻ എന്ന പീഡനം കഴിഞ്ഞിട്ട് യേശു വരുന്നു എന്നുള്ളതാണ് പോസ്റ്റ് ട്രിബുലേഷൻ. ഇന്ന് കേരളത്തിലെ പെന്തക്കോസ്താർ വിശ്വസിക്കുന്നത് പ്രീ ട്രിബുലേഷൻ ആണ്. അതായത് അവരുടെ സഭയിൽ ആൾക്കാരൊക്കെ വാനമേഘങ്ങളിൽ ഇരിക്കുമ്പോൾ ഇവിടെ മുഴുവൻ പീഡനം നടക്കും. പീഡനത്തിന് അവസാനം യേശു വന്നിട്ട് 1000 കൊല്ലം ഭരിക്കും. അപ്പൊ ഈ സഭയിൽ ആൾക്കാരെ താഴ്ത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഭരിക്കും. ഇതാണ് പ്രീ ട്രിബുലേഷൻ. ഇന്നത്തെ പെന്തക്കോസ്താരുടെ വിശ്വാസമാണ്. ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ സഭയിൽ അംഗമായി മതി. സഭയിൽ അംഗമായി യേശു വാനമേഘങ്ങളിൽ എടുത്തു വയ്ക്കും. ഇതാണ് അവരുടെ കൺസെപ്റ്റ്. അതിന് പ്രീ ട്രിബുലേഷൻ. അപ്പൊ യേശു എത്ര പ്രാവശ്യം വന്നു? 3 പ്രാവശ്യം, 4 പ്രാവശ്യം. പോസ്റ്റ് ട്രിബുലേഷൻ വാദക്കാർ ഇതിനിടയിൽ കൂടെ പെന്തക്കോസ്താർക്കിടയിൽ കയറി വന്നു. അവരാണ് പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നത്. അവരെ തന്നെ പെന്തക്കോസ്താർ തള്ളിക്കളഞ്ഞു. സജിത്ത് ജോസഫ് പോസ്റ്റ് ട്രിബുലേഷനിൽ വിശ്വസിച്ച ആളാണ്. ഒരു അഭിലാഷ് ഒരു പാസ്റ്റർ പോസ്റ്റ് ട്രിബുലേഷനിൽ വിശ്വസിച്ച ആളാണ്. അവർ പറയുന്നത് ഇതാണ്: യേശു ക്രിസ്തു രണ്ടാമത് വരുന്നതിന് മുമ്പ് ട്രിബുലേഷൻ,
അത് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതം പറയുന്ന കാര്യമാണ്. അത് സഭയ്ക്ക് യേശുക്രിസ്തു രണ്ടാം വരവിന് മുമ്പാണ് മഹാപീഡനം ഉണ്ടാകും, അന്ത്യക്രിസ്തു ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു. അത് വിശ്വസിച്ച ആൾക്കാരുടെ സജിത് ജോസഫിനെ പോലുള്ള ആളുകൾ. അതുകൊണ്ട് അവർ സാവധാനം പിന്നെ കത്തോലിക്ക സഭയിലേക്ക് വന്നു. അപ്പൊ അവര് 3-4 പ്രാവശ്യം വരുമോ എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആയിരുന്നു അതിൽ അവരുടെ പോസ്റ്റ് ട്രിബുലേഷന്റെ വാദം. പക്ഷെ അവർ കത്തോലിക്ക സഭയോട് ചേർന്ന് 2 പ്രാവശ്യം യേശു വരുന്നുള്ളൂ എന്നുള്ള, 1-ാം വരവ് കഴിഞ്ഞ് 2-ാം വരവ് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പൊ അവരിന്ന് പിടിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു വാദമാണ് ഇവർ പറയുന്നത്. എന്നിട്ട് യേശു എന്ത് ചെയ്യും? 1000 കൊല്ലത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും യേശു വരും. യേശു വന്നിട്ട് മനുഷ്യരെ ഉയർപ്പിക്കും, ശരീരങ്ങൾ ഉയർപ്പിക്കും, ഭൂമിയിൽ നിത്യമായി ജീവിക്കും. അപ്പൊ ഈ വാദം കണ്ടു. ഇതിൽ ആന്റി ക്രൈസ്റ്റ് ഉണ്ട്. ആന്റി ക്രൈസ്റ്റ് ആരാണ്? 2 വാദം അവർ വെക്കുന്നത്: എതിർ ക്രിസ്തു, പിന്നെ അന്തിക്രിസ്തു. എതിർ ക്രിസ്തുവിനെ അവര് മാർപ്പാപ്പേനെ ആദ്യം പ്രതിഷ്ഠിച്ചു. മാർപ്പാപ്പയാണ് എതിർ ക്രിസ്തു. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവായി വളർന്ന ആള് മാർപ്പാപ്പയാണെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പനെ അവർ കുറെ കാലം എതിർ ക്രിസ്തുവായി വെച്ചിരുന്നു. എന്നാൽ 2005 ശേഷം കേരളത്തിലെ മുസ്ലിങ്ങളുടെ പെന്തക്കോസ്തുകാരായുള്ള ഡിബേറ്റിന് ശേഷം ആ മാർപ്പാപ്പനെ എടുത്തുന്ന ഒരു സ്ഥാനം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവര് മുഹമ്മദ് നബി ആ എഴുതിയ വ്യക്തി അവസാനം മാനസാന്തരപ്പെട്ട് ഞാൻ ഇതൊക്കെ കള്ളമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ കേരളത്തിലെ പെന്തക്കോസ്തുസഭകളിലെ പ്രധാനിയായ ആളുടെ മകൻ ഇത് തർജ്ജമ ചെയ്തിട്ട് മഹദിയ ബാബിലും കുറെ കാലം വിറ്റു. ഭയങ്കര പ്രസിദ്ധമായിരുന്നു. നമ്മുടെ കത്തോലിക്കരായി അനേകം പേരെ അവരെ സഭയിലേക്ക് കൊണ്ടുവന്നതും മാർപ്പാപ്പാവാണ് അന്ത്യക്രിസ്തു എന്നും സഭയാണ് മറ്റേ അന്ത്യക്രിസ്തുവിന്റെ ആളുകളെന്നും പറഞ്ഞ രീതിയിൽ ഉള്ളൊരു വ്യാഖ്യാനം, റോമിനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാഖ്യാനമായിട്ടാണ് അതിൽ കാണുന്നത്. ആ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ അവരുടെ മേൽത്തോട്ടുള്ള ആളുകൾ തള്ളി പറയുന്ന കാര്യമാണ്. പക്ഷെ ആളുകളെ, താഴെയുള്ള കത്തോലിക്കരായ ആളുകൾ അവരിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് ഈ മഹദിയ ബാബിലോൺ എന്ന പുസ്തകം. ഇപ്പോഴും അതുണ്ട്. അതാണ് ഈ വിഷയങ്ങളൊക്കെ കിടക്കുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർക്ക് കത്തോലിക്കരോട് വെറുപ്പും, കത്തോലിക്കരുടെ ഉദാശകളോട് വെറുപ്പും അതെല്ലാം മഹദിയ ബാബിലോൺ എന്നുള്ള കൺസെപ്റ്റിലൂടെ കാണുന്നത് കൊണ്ടാണ് അവർ അത്രയധികം പള്ളിയിലേക്ക് വരാനോ ഒക്കെ വെറുക്കുന്ന വിഷയം കിടക്കുന്ന സംഭവം അവിടെ കിടക്കുന്നത്. അതാണ് അതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് എത്രാമത്തെ വരവ്? നമ്മൾ 1, 2, 3, 4, 5 വരവാണ്. യേശുവിന്റെ വരവുകളിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിനെ ശരിക്കും 1000 വർഷത്തെ പറഞ്ഞ ചരിത്രം പരിശോധിക്കുന്ന ആദ്യകാലം 7-8 നൂറ്റാണ്ടുകളിൽ ഇതിന് സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇതിന്റെ സ്വാധീനമുണ്ടതേ. അവരൊന്നും പറയുന്നതാണ് ഈ ലോകസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് മസീസയുടെ വരവിന് മുമ്പ് ദജ്ജാൽ വരും. ദജ്ജാലിന് മുമ്പ് ഇമാം മഹദി വരും. ഇമാം മഹദി വന്നൊരു യുദ്ധം നടത്തും. അപ്പോൾ ഇസ്രായേൽക്കാർ ജെറുസലം ദേവാലയം പണിയും. അപ്പൊ ഇമാം മഹദി വന്ന യുദ്ധം നടത്തും. അപ്പോൾ അതിൽ ഇമാം മഹദി ജയിക്കും, പിന്നീട് നിന്നുപോകും. അപ്പോൾ ജെറുസലം ദേവാലയം പണി പൂർത്തീകരിക്കും. അപ്പോൾ ദജ്ജാല് വരും, ഒറ്റക്കടകണ ദജ്ജാല് വന്നിട്ട് അതിനെ തകർക്കും. അതിനെ തകർക്കാൻ വരുമ്പോ ദജ്ജാല് അവർക്ക് ശത്രുവാണ്. ദജ്ജാല് യഹൂദന്മാരുടെ ഭാഗത്ത് നിന്ന് വരും, എന്നിട്ട് ലോകത്ത് ഭരിക്കും. അപ്പോൾ മസീസ ഇസ്ലാമിക ഭാഗത്ത് നിന്ന് വരും, എന്നിട്ട് വന്നിട്ട് ദജ്ജാലിനെ കൊല്ലും. ഇതാണ് ഇസ്ലാമിക ഖിയാമത്ത് എന്നാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് കിടക്കണം. അപ്പൊ ഇമാം മഹദി വരുന്നതിനെ യഹൂദന്മാർ അല്ലെങ്കിൽ സയനിസ്റ്റ് ക്രിസ്ത്യൻസ്, ഈ പെന്തക്കോസ്ത് ക്രിസ്ത്യൻസ് ടൈപ്പ് ആളുകൾ സയനിസ്റ്റ് ക്രിസ്ത്യൻസ് എന്ന് പറയാം, അവരെന്ത് ചെയ്യും? ഇമാം മഹദീനെ അവര് അന്ത്യക്രിസ്തു ആക്കും, ദജ്ജാലിനെ അവര് രക്ഷകനാക്കും, മിശികയാക്കും. പിന്നെ അതിൽ അവരുടെ വരുന്ന മസീസ വരണനെ അവർ അന്ത്യക്രിസ്തുവിന്റെ അക്കീദ് കൺസെപ്റ്റ് ചെയ്യും. അത് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ച് യഹൂദന്മാർ വെറുക്കപ്പെടേണ്ട വ്യക്തികളാണ്. യഹൂദന്മാരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നുള്ള കൺസെപ്റ്റ് മുസ്ലിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ കിടക്കുന്നതിന് കാരണം ദജ്ജാലിന്റെ ആൾക്കാരാണ്. ലാസ്റ്റ് സയനിസ്റ്റ് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പുറത്ത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു യുദ്ധം നടന്നാൽ ഉടനെ അവര് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് ബൈബിളിൽ പറയുന്ന യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട്
ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാലും യുക്രൈൻ റഷ്യയും കൂടി ചേർന്നിട്ട് വടക്കുന്നു എന്ന് സൈന്യമായിട്ട് അവതരിപ്പിച്ചിട്ടായാലും ശരി, ഇതെല്ലാം ചിത്രീകരിക്കും. എന്നിട്ട് ലോകത്തെ മുഴുവൻ ഈ ഒരു വെറുപ്പിന്റെ ഈ സംഭവത്തിലേക്ക് കൊണ്ടുപോയി. സയനിസ്റ്റ് ക്രിസ്ത്യാനികൾ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി കാശ് അയച്ചു കൊടുക്കുന്നു. ഇവിടുന്ന് പെന്തക്കോസ്തുകാർ കാശ് പിരിച്ചിട്ട് ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി കാശ് അയച്ചു കൊടുക്കുന്നു. എന്താ കാരണം? ജെറുസലേം ദേവാലയം പണിയുന്നതിന് തൊട്ട് മുമ്പാണ് ഇവരുടെ സഭയുടെ സ്വർഗത്തിലേക്ക് യേശു എടുക്കുക, ആകാശങ്ങളിലേക്ക്, മേഘങ്ങളിലേക്ക്. ശുദ്ധീകരണ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നമായി കാണാണ്ട, വിശദമായി വരണല്ലോ. അതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ ഇത് വിമാനം പറത്തുന്ന ഒരു കമ്പനി, പെന്തക്കോസ്തുകാരുടെ കമ്പനിയായിരുന്നു. അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പൈലറ്റിനെ വെക്കും. ഒരാൾ വിശ്വാസി, മറ്റാൾ അവിശ്വാസി. വാനമേഘങ്ങളിൽ പറക്കണ സമയത്ത് എങ്ങാനും യേശു ക്രിസ്തു ഈ വിശ്വാസിയുടെ വാനമേഘങ്ങളിലേക്ക് എടുത്താൽ തിരിച്ച് വിമാനം ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി അവിശ്വാസി ആ വിമാനത്തിൽ ഉണ്ടാവണം എന്ന് ഇവർക്ക് നിർബന്ധമാണ്. ചിന്തിച്ചു കൺസെപ്റ്റ് എത്രത്തോളം ആഴത്തിൽ പോയി. യഹോവ സാക്ഷികൾ ഇത് 1884 ഇത് പറഞ്ഞു. ആ ഒരാൾ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു 1914 മുതൽ യേശുവിന്റെ 1000 വർഷത്തെ ഭരണം ആരംഭിക്കുന്നു പറഞ്ഞു. 1914 എത്തിക്കഴിഞ്ഞപ്പോൾ സമാധാനത്തിന്റെ ലോകം വരും എന്ന് പറഞ്ഞിട്ട് ഒന്നാം അപ്പൊ 1918 വരെ അയാൾ നീട്ടി. അതിനുള്ള അയാൾ മരിച്ചുപോയി. പിന്നെ ലോകാവസാനത്തിന്റെ കഥ 1925 പറഞ്ഞു, 1950 പറഞ്ഞു, 1975 പറഞ്ഞു. അതോടുകൂടി യഹോവസാക്ഷികൾ അവരുടെ ലോകാവസാന പ്രവചനം നിർത്തി. പക്ഷെ പെന്തക്കോസ്തുകാർ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. 2000 പറഞ്ഞു, 2012 പറഞ്ഞു, 2025 പറഞ്ഞു, 2032 ഇപ്പൊ എത്തി നിൽക്കുകയാണ്. എനിക്ക് സങ്കടം തോന്നിയ കാര്യം 2030 ലോകാവസാനിക്കുന്നു പറഞ്ഞുകൊണ്ട് കത്തോലിക്കനായ ഒരു സുവിശേഷ പ്രഘോഷകൻ പറയുന്നത് കേട്ടപ്പോ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? 7 കൊല്ലം കഴിഞ്ഞ് ലോകാവസാനിക്കുമ്പോ 2025 മെയ് 2032 കറക്റ്റ് തെളിവുകളൊക്കെ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് സങ്കടം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഓരോ കാര്യം മനസ്സിലായെന്ന് കരുതാണ് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ സംശയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാ? ലോകം അവസാനിക്കുന്ന വേണ്ട എത്ര ഓർഡർ ഉണ്ടാ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. എല്ലാരും ലോകാവസാനം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയത് യേശുവിന്റെ 5 മാറും അറിവ് കാത്തിരിക്കുന്ന പെന്തക്കോസ്തുകാരാണ് ലോകാവസാനത്തെ കുറിച്ചുള്ള കിംവദന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അവരെന്ത് പറഞ്ഞത് അവര് ഒളിപ്പിച്ചു വെക്കും. ഈ 5 മാറും വരവ് അവർ ഇപ്പിട്ടി പറയില്ല, അത് ഒളിപ്പിച്ചു വെക്കും. അവർ ഈ ലോകത്തിന്റെ ഓരോ ഭാഗത്ത് അവിടെ അത് നടന്നു, ഇവിടെ ഇത് നടന്നു എന്നൊക്കെ പറയും. ഞാൻ കാര്യം പറയട്ടെ, യുദ്ധങ്ങൾ നടക്കുമെന്ന് പറയുന്നില്ലേ? ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ നടന്ന ചരിത്രത്തിൽ നടന്ന യുദ്ധങ്ങളൊന്നും നോക്കി നോക്കിയേ. ഫുള്ള് യുദ്ധങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കണം. 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, അതിനു മുമ്പ് കയ്യൊക്കുള്ളവൻ തന്നെ ജയിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ പോലും 2 ജാതികൾ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളും പരിചരിച്ച യുദ്ധമാണ്. കേരളത്തിൽ തന്നെ എത്ര രാജ്യങ്ങളെ വിഘടിച്ചിട്ട് പരസ്പര യുദ്ധമാണ്. കുട്ടികൾ സ്കൂളിൽ പോവുകയല്ല ചെയ്യുക, യുദ്ധം പഠിക്കാൻ ആളും പരിചയം പഠിക്കുക ചെയ്യണത്. കാരണം ജീവിക്കണമെങ്കിൽ ആളും പരിചയം വെച്ചുള്ള യുദ്ധം അറിയണം. അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? യുദ്ധം ചെയ്യാൻ ഭയക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താ? യുദ്ധം ചെയ്താൽ ഇടാൻ പോകുന്ന മിസൈലിന് കോടികൾ വില, എന്നിട്ട് കിട്ടാൻ പോണത് ഒന്നുമില്ല. പണ്ടൊരു വാളും പരിചയം ഉണ്ടെങ്കിൽ കൊള്ള ചെയ്ത് പോരാ. പക്ഷെ ഇപ്പൊ ഇറാനെ അമേരിക്ക ആക്രമിച്ചു, ഓരോ ബോംബ് കൊണ്ടിട്ടു. എന്നിട്ട് അമേരിക്കക്ക് എന്ത് കിട്ടി? അവരുടെ പെട്രോളിന്റെ വില കൂടി, അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെയായി. അതായത് ലാഭമില്ല ഇപ്പൊ യുദ്ധത്തിന്, നഷ്ടം മാത്രമേ ഉള്ളൂ 2 കൂട്ടർക്കും. കാരണം കോടികൾ വന്ന് മിസൈൽ ഇടുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ കിട്ടുന്നില്ല, ലാഭം കിട്ടുന്നില്ല. പണ്ട് അങ്ങനെയല്ല, വാളും പരിചയം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അടക്കി ഭരിക്കാം. ഫുള്ള് യുദ്ധമായിരുന്നു. ചെങ്കിസ് ഖാൻ ആക്രമണം, ബാബർ ആക്രമണം, ഇങ്ങനെ നടക്കുന്നത് എല്ലാവരും. യുദ്ധം ചെയ്ത് കൊള്ളയെടുക്കുക, പോവുക, പെണ്ണും കിട്ടും, പണവും കിട്ടും, എല്ലാം കിട്ടും. ഇന്നാ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ യുദ്ധങ്ങൾ വളരെ കുറഞ്ഞു യഥാർത്ഥത്തില്. പക്ഷെ ഇപ്പോഴും യുദ്ധം നടക്കണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട്, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, ലോകാവസാനത്തെ കുറിച്ച് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞിട്ട്, ഇത് അതുണ്ടായി, കമ്പ്യൂട്ടർ ഉണ്ടായി, പിന്നെ എന്നിട്ട് 666 വന്നു, ആധാർ കാർഡ് വന്നു, പിന്നെ
കോവിഡ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പേടിച്ചിട്ടുള്ള സുവിശേഷ പ്രഘോഷകരെ അറിയാം. നമ്മുടെ സഭയിലെ ഈടുറ്റ സുവിശേഷ പ്രഘോഷകരെ കോവിഡിന്റെ സർട്ടിഫിക്കറ്റ്, വിമാനത്തിൽ സഞ്ചരിക്കാൻ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ പറയുന്ന എന്താണ് മാറ്റം നടത്താൻ വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കും എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് കൊറോണ കാലത്ത് വിമാനത്തിൽ പോകാൻ കോവിഡ് സർട്ടിഫിക്കറ്റ് എടുക്കാതെ യാത്ര ബ്ലോക്ക് ചെയ്ത സുവിശേഷ പ്രഘോഷകരായ കത്തോലിക്കരായ നല്ല ജനങ്ങളുണ്ട്. അപ്പൊ അവര് ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങളൊന്ന് ആലോചിക്കും. കോവിഡ് സർട്ടിഫിക്കറ്റ് എടുത്ത ലോകോത്തരികയിലേക്ക് അന്തിക്രിസ്തു ആക്കാരോ എന്ന് പറയുമ്പോ എന്തിട്ട് വിശ്വാസത്തെ പറ്റി അല്ലെങ്കിൽ 10 പ്രമാണത്തെ പറ്റി എന്താ പഠിച്ചിട്ടുള്ളത്? ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ പ്രതീകമാണ്, പിശാചിന്റെ കൂട്ടത്തിൽ പെടും. ഇങ്ങനെയാണോ നമുക്ക് പാപം പഠിപ്പിച്ചെന്നുള്ളത്? എന്റെ കരം കുറുകിപ്പോയ കർത്താവ് ചോദിക്കുന്നത്. എന്തൊക്കെയായാലും എന്റെ കരം കുറുകിപ്പോയോ എന്നാ ചോദിക്കുന്നത്. അതെ, നമുക്ക് വിശുദ്ധി അല്ല ഇപ്പൊ നോക്കണത്. വിശുദ്ധി അല്ല, നമ്പർ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് തെറ്റാണോ, കോവിഡ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പാടില്ല, ഇതൊക്കെ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. അതേ നമ്മുടെ കൊളോസസിന്റെ ലേഖനത്തിലെ 3-ാം അധ്യായം 3-ാം വാക്യം, എന്തെന്നാൽ നിങ്ങൾ മൃതരായിരുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ബ്രദർ ആദ്യമേ പറഞ്ഞ ആ കാര്യത്തിലെ, അതായത് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു, അതൊക്കെ അതായത് ക്രിസ്തുവിനോടൊപ്പം പിതാവായ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ? അതിന് വെളിപാട് 3:21 പറയുന്നത് പിതാവിന്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നു, അതിൽ യേശുവിനെ നമ്മൾ ഇരിക്കുന്നു. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇവിടെ മാമോദിസയെ പറ്റി പറയുന്നത്, അതായത് നമ്മൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെട്ടു, ക്രിസ്തുവിനായി റിയലി. ഇനി ഇതിന് ജീവൻ എന്ന പദം ഉണ്ടല്ലോ, ജീവൻ എന്ന പദത്തിനും ആത്മാവ് എന്ന പദത്തിനും ഗ്രീക്കിൽ ഒരൊറ്റ വാക്കുള്ളൂ. ആത്മാവ് എന്ന് പറയുന്ന പദം ഗ്രീക്കിലില്ല, പകരം ജീവൻ എന്ന പദത്തിൽ തന്നെയാണ് ആത്മാവ് എന്ന വാക്കും ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വായിക്കും, നിങ്ങൾ മൃതരായിരിക്കുന്നു എന്ന് പറയുന്നത് മാമോദിസായിൽ നമ്മൾ മൃതരായി എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അതിന് തന്നെ നമ്മൾ യഥാർത്ഥ മരണത്തിന് ഒപ്പെടുക്കുകയാണ്. നമ്മൾ മൃതരായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോട് കൂടെ നിങ്ങളും പ്രത്യക്ഷപ്പെടും. കറക്റ്റായോ? പ്രോസസ് 3:3 പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു, ക്രിസ്തു വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിലൂടെ നമ്മൾ പ്രത്യക്ഷപ്പെടും. അതാണ് ഇവിടെ പറയുന്ന വിഷയം. ഇപ്പൊ ജീവൻ എന്നതിന് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ആത്മാവ് എന്നാണ് ശരിക്കും ട്രാൻസ്ലേഷൻ. ജീവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ജീവൻ എന്ന പദത്തിന് ഭയങ്കരമായ കൺഫ്യൂഷൻ ആകുന്ന വിഷയമാണ്. അതായത് ജീവൻ എന്ന് പറയുന്നത് എൻറ്റിറ്റി അല്ല, ശരീരവും ആത്മാവും ഉണ്ട്. ശരീരവും ആത്മാവും ലൈവ് ആക്കുന്നതാണ് ജീവൻ. ശരീരം എങ്ങനെ ലൈവ് ആവുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൈറ്റോകോൺട്രിയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ശരീരം ലൈവായി ഓരോ കോശങ്ങൾ. ഇതുപോലെ തന്നെ ആത്മാവ് എങ്ങനെ ലൈവ് ആവുന്നത്? പരിശുദ്ധാത്മാവിന്റെ കൃപാവനം സ്വീകരിക്കുമ്പോൾ ആത്മാവും ദൈവത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ലൈവാവും. അങ്ങനെ ജീവൻ, നിത്യജീവൻ എന്നൊക്കെ പറഞ്ഞത് വിശുദ്ധമാർ ചെയ്യുമ്പോൾ നിത്യജീവൻ പ്രാപിക്കുന്ന ആത്മാവും ദൈവവുമായുള്ള കണക്ഷനിലെ ലൈവായി മാറാൻ, അതാണ് ലൈവ്. അത് ജീവൻ എന്ന് പറയുന്നത് എൻറ്റിറ്റി ഇല്ല, ശരീരവും ആത്മാവുമാണ്. ഇന്ന പ്രാവശ്യം പറഞ്ഞതെന്നതിന്റെ ഓർമ്മ. ഇവിടെ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവിനും ജീവനും ഒരേ വാക്ക് മാത്രമേ ഗ്രീക്കിലുള്ളൂ. അപ്പൊ ഇതാണ് സംഭവം. ഇപ്പൊ ബ്രദർ പറഞ്ഞതാണ് സംഭവം. ക്രിസ്തുവിൽ ആത്മാവ് നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു, ക്രിസ്തു പിതാവിനും കൂടെ ആയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കണക്ഷൻ കിട്ടും, ദൈവമായുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ക്രിസ്തുവാണ് ദൈവമാണ്, അത് കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അതൊരു ക്ലിയർ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാമോദിസായിലൂടെ മൃതരാകുമ്പോൾ തന്നെ നമ്മൾ ക്രിസ്തുവിലായിക്കൊണ്ട് പിതാവിലേക്ക് നമ്മൾ സ്ഥിതി ചെയ്യുക. അതായത് മാമോദിസയാണ് നമ്മൾ ശരിക്കും മരണം. ബൈബിളെ സംബന്ധിച്ചിട്ടുള്ള 2 മരണം ഉള്ളത്. ഒന്നാമത്തെ മരണം പാപത്തെ സംബന്ധിച്ച് മരണം, അത് മാമോദിസ. അവിടെ മുതൽ നമ്മൾ ദൈവവുമായി ബന്ധത്തിലാണ്. പിന്നെ ശരിക്കുള്ള മരണം നമ്മൾ സാധാരണ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ശരീരത്തിൽ നിന്ന് സ്വർഗത്തിൽ പോണ പരിപാടിയാണ്. കാരണം അതുവരെ ഈ ആത്മാവ് ലൈവാണ്, ദൈവവുമായി ബന്ധത്തിലാണ്, അത് കണ്ടിന്യൂ ആണ്. ശരീരത്തിൽ മരിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ, വസ്ത്രം ഊരിട്ട പോലെ വിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ ശരീരത്തിൽ നിന്ന്. കാരണം ബന്ധം, ദൈവവുമായുള്ള ബന്ധം എപ്പോ കിട്ടി? മാമോദിസയിൽ കിട്ടി. അവിടെ മുതലേ കണ്ടിന്യൂ ആണ് ഈ ആത്മാവ്. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്.
അപ്പൊ മരിക്കുന്ന ഈ ശരീരത്തെ വീണ്ടും യേശുക്രിസ്തു അന്ത്യ ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഈ ആത്മാവ് വീണ്ടും അതിലേക്ക് കടന്നു വരുന്ന മാത്രം. പക്ഷെ റിയലി നമ്മുടെ മരണം സംഭവിക്കുന്നത് ഇവിടെയാണ്. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് മാമോദീസായി സംഭവിക്കുന്ന കാര്യം, പാപത്തെ സംബന്ധിച്ചുള്ള മരണം. അതാണ് പൗലോസ് പറയുന്നത്, പാപത്തെ സംബന്ധിച്ചുള്ള മരണമാണ് മാമോദീസയെ പറ്റി പറയുന്നത്. അതുപോലെ നമ്മൾ പറയും റോമ 6:3 മാമോദീസയെ പറ്റി പറയുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ ഐക്യപ്പെടാനാണ് നമ്മൾ ഇതുപോലെ മരിക്കുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി അതിന്റെ ഈ രണ്ടാമത്തെ മരണം ബൈബിൾ പറയും. രണ്ടാമത്തെ മരണം അത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യവിധിയിൽ നരകത്തിൽ പോകുന്നതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ദൈവവുമായി എന്നേക്കുമായി ബന്ധം നഷ്ടപ്പെട്ടു. പാപം വഴിയുള്ള മരണം ഒന്നാമത്തെ മരണം, രണ്ടാമത്തെ മരണം ദൈവവുമായുള്ള ബന്ധം എന്നേക്ക് നഷ്ടപ്പെടുന്ന നരകം. അപ്പോ ഒന്നാമത്തെ മരണം പാപത്തിൽ നിന്നുള്ള ഉയർപ്പ് എന്ന് പറയുന്നതാണ് നിത്യജീവനത്തിൽ ഉയർപ്പ് മാമോദീസയിലാണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നതാണ് നിത്യജീവൻ. ക്ലിയറായോ? ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഈ തനത് വിധിയില്, അതായത് തനത് വിധിയില് മരണത്തിൽ നമ്മള് പാവസ്ഥയിലാണെങ്കിൽ നേരെ പോകുന്ന നരകത്തിലേക്കാണ് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം, ചെറിയ പാവങ്ങളാണെങ്കിൽ ശുദ്ധീകരണം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. ഈ നരകത്തിലേക്ക് പോയവര് ആ ആത്മാക്കള് അവര് തിരിച്ചു വന്ന് വീണ്ടും ഈ രണ്ടാമത്തെ വരവെങ്കില് മൊത്തം ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കുമല്ലോ. ആ സമയത്ത് നരകത്തിലേക്ക് പോയവരും ആ ആത്മാക്കളും ഉയർത്തെഴുന്നേൽക്കുമോ? കാരണം അവരുടെ ശരീരം വന്നു, ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുമ്പോൾ ആ ശരീരത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കുകയും ചെയ്യണത്. ഇപ്പൊ നരകത്തിൽ പോയ ആത്മാക്കള് ശരീരത്തിലേക്ക് കടന്നു വരുന്നു, എന്നിട്ട് ഈ ശരീരത്തിലൂടെ ഈ വേദന കണ്ടിന്യൂ ചെയ്യാൻ പോവാ. പിന്നെ ക്ലിയർ ആയോ? അതുവരെ ആത്മാക്കൾ മാത്രമായിരുന്നു അതായത് ബ്രദറെ, ഇവിടെ ഒരു ഡൗട്ട് വരുന്നതേ, ഈ പൗലോസ്ലീഹ പറയുന്നുണ്ട് വിതയ്ക്കപ്പെടുന്നത് ഭൗമിക ശരീരം, പുനർജനിക്കുന്നത് ആത്മീയ ശരീരം. നീ വിതച്ചതൊരു ഗോതമ്പ് മണിയാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഗോതമ്പ് മണിയല്ല, മറ്റൊരു ചെടിയാണ്. മറ്റൊരു ചെടിയല്ല, അതേ ഗോതമ്പ് മണിയുടെ ചെടി. അതെ, ഗോതമ്പ് മണിയുടെ ചെടി എന്ന് വെച്ചാൽ നട്ടതല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. നട്ടത് ഗോതമ്പ് മണി, നട്ടതിൽ നിന്ന് അത് തന്നെ ജീവനായിട്ട് വരിക, വേറെ സെപ്പറേറ്റ് എടുക്കില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോ മനുഷ്യന്റെ ശരീരം മണ്ണിൽ അടക്കം ചെയ്യുന്നു, അവന്റെ ആത്മാവ് അവന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോ അന്തിമ വിധി ദിവസം ഈ ശരീരം പുനർജനിക്കുമെന്നാണോ അതോ മറ്റൊരു തേജോമയമായ ശരീരം പുനർജനിക്കുമെന്നാണോ വിശ്വസിക്കേണ്ടത്? ഈ ശരീരം തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും അത് അനശ്വരമാക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ഈ ശരീരം തന്നെ അത് അനശ്വരമാക്കപ്പെടുകയും ചെയ്യും. ആ ശരീരത്തിന് സ്ഥലം, കാലം, സമയം എന്നിവയ്ക്ക് അതീതമായിരിക്കും. സ്ഥലം, അവസ്ഥ, സമയം. സ്ഥലം, അവസ്ഥ, കാലം, സമയം ഒന്നും തന്നെയാണ്. സ്ഥലം, അവസ്ഥ, സമയം, ഇതിന് മൂന്നിനും അതീതമായിരിക്കും. ഇതിന് അച്ചാരം യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത അതേ ശരീരം തന്നെയാണ് യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തോമസിനെ നിങ്ങൾക്ക് വിരലിട്ട് നോക്കൂ, ഇതേ ശരീരം തന്നെയാണ്, ഞാനിപ്പോഴത് അവിടെ ഉണ്ട്, നോക്കൂ എന്ന് യേശു പറയുക. ഞാനിപ്പോഴെല്ലാം യേശു അടയാളമായി വെച്ചിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ആ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകത? അടച്ചിട്ട മുറിയിലേക്ക് കടന്നു വരുന്നു. കാരണം സ്ഥലം ബാധകമല്ല, സമയം ബാധകമല്ല. ഒരേ സമയം 500ഓളം പേർക്ക് പ്രത്യക്ഷപ്പെടുന്നു. സമയം ബാധകമല്ല, അവസ്ഥ ബാധകമല്ല, എന്ന് പറഞ്ഞാൽ ചൂടോ തണുപ്പോ ബാധകമല്ല. അതാണ് ആ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സ്ഥലം, അവസ്ഥ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നമ്മുടെ ഈ ശരീരം തന്നെ മഹത്വീകരിക്കപ്പെടുകയും തേജസ്വീകരിക്കപ്പെടുകയും യേശുക്രിസ്തു എങ്ങനെ കാണിച്ചു തന്നോ അതേപോലെ ആക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതേ ഗോതമ്പ് മണി അഴിഞ്ഞ് ഇതേ ഗോതമ്പ് മണി അല്ല വരാൻ പോണത്, അത് ഗോതമ്പ് ചെടിയായി മാറിയിട്ടാണ് വരാൻ പോകുന്നത്. ഇതേ ശരീരം തന്നെ ഗോതമ്പ് ചെടിയായി മാറിയിട്ട് വരുന്നത്. അതാണ് സ്വർഗീയ ശരീരം. അപ്പൊ അതിൽ തേജസ്
വ്യത്യാസമുണ്ട്. രക്തസാക്ഷികളുടെ തേജസ് എന്ന് പറയുന്നത് വലിയ തേജസ്സായിരിക്കും. സാധാരണക്കാരുടെ തേജസ് എന്ന് പറഞ്ഞാൽ മങ്ങിയ തേജസ്സായിരിക്കും. നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെ സ്വർഗദൈവത്തെ അനുഭവിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായി ആനന്ദം കിട്ടും. ആനന്ദം കിട്ടുമ്പോൾ പക്ഷെ പ്രതിഫലം തക്ക പ്രതിഫലമായിരിക്കും. ഓരോ ശരീരത്തിനും കിട്ടുന്ന പ്രതിഫലം തക്ക പ്രതിഫലമായിരിക്കും. സ്വർഗത്തിലെ രക്തസാക്ഷികൾക്ക് ഏറ്റവും മഹത്വീകരണമായ ശരീരം കിട്ടും. അത്രയധികം അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ രക്തസാക്ഷിയാവാതെ എങ്ങനെ രോഗിയൊക്കെ എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതേ ഒരു അനുഭവം നമുക്ക് കിട്ടുള്ളൂ. അവരെ കൂടുതൽ അനുഭവിക്കും, നമുക്ക് കുറച്ച് അനുഭവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ രണ്ടുപേരും തൃപ്തരായിരിക്കും. തേജസ് പക്ഷേ വ്യത്യാസം ആണ് ശരീരത്തിൽ. ഈ യേശുക്രിസ്തുവിന്റെ ശരീരം ഉയർപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? കാരണം അവിടുത്തെ പരിശുദ്ധൻ അഴുകിപ്പോകാൻ അനുവദിക്കില്ല. അപ്പൊ യേശുവിന്റെ ശരീരം അഴുകിപ്പോകാതിരുന്നത് ആ പരിശുദ്ധനായതുകൊണ്ടാണ്. നമ്മൾ പാപം ചെയ്ത ശരീരമാണ് മാനസാന്തരപ്പെട്ടെങ്കിലും അപ്പൊ ഈ ശരീരം ഉയർപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ നാം എല്ലാവരും കണ്ണിമയ്ക്കുന്ന വേഗതയിൽ രൂപാന്തരപ്പെടുമെന്ന് പറയുന്ന മറ്റൊരു മഹത്വീകൃത ശരീരം നമുക്ക് ലഭിക്കുമെന്നല്ലേ കരുതേണ്ടത്? ജിൻഡോ ബ്രദറെ എക്സ്ക്യൂസ് മീ, ഇപ്പം നമ്മുടെ ജോൺസൺ ബ്രദർ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാ, നമ്മള് കുടവയറോടെ മരിച്ചു, നമ്മള് മരിച്ചിട്ട് ഉയർത്തെണീക്കുമ്പോഴത്തേക്ക് ഈ കുടവയറോടെ തന്നെ പ്രത്യക്ഷപ്പെടുവോ, അല്ലെങ്കിൽ പൊട്ടത്തലയായിട്ട് മരിച്ചു അങ്ങനെ പ്രത്യക്ഷപ്പെടുവോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഈശോ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങളുടെ കണ്ണോ നിന്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ എടുത്തു കളയുക. കാരണം ഇരു കണ്ണുകളോടുകൂടി നിന്ന് നരകത്തെ പതിക്കുന്നത് നല്ലത് ഒറ്റ കണ്ണായി സ്വർഗത്തെ പോകുന്നതാണ്. നിന്റെ വലത് കരം നിനക്ക് പാപഹേതുവാണെങ്കിൽ വെട്ടിക്കളയുക. കാരണം ഇരുകരങ്ങളോട് നരകത്തിൽ പോകുന്നതിനൊക്കെ നല്ലത് നിനക്ക് ഒറ്റ കൈനായി സ്വർഗത്തിൽ പോകുന്നതാണ്. പക്ഷെ അത്രയും പറഞ്ഞത് എന്താറിയാമോ, നമ്മുടെ ശരീരം തന്നെയാണ് ഉയർപ്പിക്കപ്പെടുക എന്നുള്ളതിന്റെ വ്യക്തമായൊരു ബോധ്യം തരാണ്. പക്ഷെ നമ്മുടെ ശരീരം രൂപാന്തരിക്കപ്പെടുമ്പോൾ ഇതിന്റെ അംഗങ്ങൾക്ക് പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഒന്ന്, സെക്ഷുവാലിറ്റി ഉണ്ടാവില്ല. ആണാണോ പെണ്ണാണോ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടാവില്ല. ആണും അല്ല പെണ്ണും. അത് ഈശോ വളരെ വ്യക്തമായി ദൂതന്മാരെ പോലെ ആയിരിക്കും. കാരണം സ്വർഗത്തില് സെക്സ് ഇല്ല, അതിന്റെ ആവശ്യമില്ല, കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദൈവം ഒരു പക്ഷെ ലോകാവസാനം നീട്ടി കൊണ്ടുവരുന്നത്. കാരണം ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും അത് ഭൂമിയിലേ ജനിക്കുള്ളൂ. ലോകാവസാനം വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് വേറെ മക്കളുണ്ടാവില്ല. കർത്താവിന്റെ മക്കളാണല്ലോ നമ്മളൊക്കെ. അപ്പൊ ഓരോ മനുഷ്യ കുഞ്ഞ് ജനിക്കുമ്പോഴും കർത്താവ് സ്വന്തക്കാരാണ്. എനിക്ക് ഇനി ഒരു കൊച്ചു, നമുക്ക് ആഗ്രഹമുള്ള പോലെ കർത്താവിന് ആഗ്രഹം ഓരോ കുഞ്ഞും കൂടി ജനിക്കട്ടെ എന്ന്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ലോകാവസാനം നീണ്ടു പോണത്. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സെക്ഷുവാലിറ്റി ഉണ്ടാവില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കണ്ണുകൊണ്ടല്ല, നമ്മൾ കേൾക്കുന്നത് ഈ ചെവി കൊണ്ടല്ല, ഈ നമ്മൾ സംസാരിക്കുന്നത് ഈ നാവ് കൊണ്ടൊന്നും ആവണമെന്നില്ല. അതൊക്കെ രൂപാന്തരിക്കപ്പെട്ട രീതിയിലായിരിക്കും. ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെയോ രൂപാന്തരപ്പെട്ട ശരീരമായിരിക്കും. പക്ഷെ ഇതേ ശരീരത്തിൽ നിന്ന് തന്നെയായിരിക്കും. അതാ പ്രത്യേകത. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഈ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെ ബോൾഡ് ചെയ്ത് വിശ്വസിക്കണം, അത്രയും വിശ്വസിക്കണം. പക്ഷെ ഈ ശരീരങ്ങളുടെ പ്രത്യേകത അത് രൂപാന്തരിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ സഭയോടെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ ശവസംസ്കാരം നടത്താൻ സാധിക്കാതെ അഗ്നിയിൽ ദഹിപ്പിച്ചാലും, ഇനി ചില അച്ഛന്മാരൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്താലും, ആ ശരീരത്തെ കഷ്ണാക്കി എത്ര പഠിച്ചാലും ഇല്ലാതെയായാലും, അത് ശൂന്യമാക്കപ്പെട്ടാലും, ഇതേ ശരീരത്തെ അന്തിമ വിധി നാളിൽ ഇതേ ശരീരത്തെ ഏത് ചാരത്തിൽ നിന്നും ഏത് പൊടിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മുടെ ശരീരമാണ് വേണ്ടത്, വേറൊരു ശരീരം ഒന്നല്ല. പക്ഷെ ഈ ശരീരം അതിന്റെ സൗന്ദര്യത്തിലായിരിക്കും. കുടവയറുണ്ടാവോ, അല്ലെങ്കിൽ കയ്യും കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവോ, അംഗവൈകല്യം പാണ്ടുണ്ടാവോ, ചൂട്ടുണ്ടാവോ, അതൊന്നും വിഷയമില്ല. അതൊന്നും എല്ലായിടത്തെ കാര്യം. ഇതേ ശരീരം അതിന്റെ സൗന്ദര്യത്തിലും മഹത്വത്തിലും തേജസ്സിലുമായിരിക്കും, അതിന്റെ ഏറ്റവും പൂർണ്ണതയിലായിരിക്കും. ഈ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന നശ്വരമായതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ കണ്ടുകൊണ്ടല്ല കാണുന്നത്. ഈ അവസ്ഥകളെ അല്ലെങ്കിൽ സ്ഥലത്തെ ഭേദിക്കും എന്ന് പറയില്ലേ, സ്ഥലത്തെ ഭേദിക്കും എന്ന് പറഞ്ഞാൽ റൂമിനുള്ളിൽ കയറി വരുമ്പോൾ ഈ ശരീരം പറ്റില്ല. ഇനി താങ്കൾ പറഞ്ഞു അങ്ങനെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുമില്ല എന്ന് പറയുന്നതില് പരിശുദ്ധൻ
അങ്ങേ പരിശുദ്ധൻ എന്താ വചനം കറക്റ്റ്? ജീർണിച്ചു പോകാൻ അനുവദിക്കുകയില്ല. അത് ദൈവം നടത്തുന്ന പ്രവൃത്തിയാണ്. ദൈവം യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് അവിടുത്തെ പരിശുദ്ധം ജീർണിക്കാൻ അവിടെ അനുവദിക്കുകയുമില്ല. അത് പാപമില്ലാത്തത് കൊണ്ടല്ല. അത് യേശുവിന്റെ ശരീരം ജീർണിക്കാതിരിക്കാനുള്ള കാരണം യേശുവിന്റെ ശരീരത്തിൽ പാപമില്ലാത്തത് കൊണ്ട് അങ്ങനെയല്ല. പാപമില്ലാത്തത് കൊണ്ടല്ല യേശുവിന്റെ ശരീരം ജീർണിക്കാതിരിക്കുന്നത്. അത് കാരണം മനസ്സിലാക്കണം. യേശുവിന്റെ തിരുമൃത ശരീരത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതാണ് പോയിന്റ്. അതായത് യേശുവിന്റെ തിരുമൃത ശരീരത്തിൽ വചനമാകുന്ന പുത്രൻ തമ്പുരാൻ വസിക്കുന്നു. അതുകൊണ്ട് അതിന് ജീർണിക്കാൻ സാധിക്കില്ല. അപ്പൊ അതായത് പാപമില്ല എന്ന് പറഞ്ഞാൽ സീറോടെ തീരുള്ളൂ. സീറോ, നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല, സീറോ, പാപമില്ല. അതല്ല കാര്യം. അതിൽ പ്ലസ് ആണ്. അതിൽ ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാൻ വസിക്കുന്നു. അതുകൊണ്ട് അതിന് ജീർണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആത്മാവ് പാതാളത്തിൽ പോകുമ്പോഴും മനുഷ്യാത്മാവിൽ ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാൻ വസിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് പാതാളത്തിൽ ബന്ധിതമാവില്ല. ദൈവം അങ്ങനെ ഇറങ്ങിക്കുന്നു. അതിനാൽ തിരിച്ചു വരിക. അതാണ് യേശുവിന്റെ ഉയർപ്പ്. അപ്പൊ യേശുവിന്റെ ശരീരത്തിൽ പാവമില്ല എന്നുള്ളത് കൊണ്ടല്ല. ഇനി യേശുവിന്റെ ഉയർപ്പിന്റെ അച്ചാരമാക്കിക്കൊണ്ടാണ് നമ്മൾ ഉയർപ്പ്. അതുകൊണ്ട് യേശുവിന്റെ ശരീരം എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതേപോലെ തന്നെ നമ്മൾ ശരീരം ഉയർത്തെഴുന്നേൽക്കുക. അല്ലാതെ വേറൊരു പുതിയൊരു ശരീരം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവമല്ല. നമ്മുടെ ശരീരം തന്നെ ഉയർപ്പിക്കപ്പെടും. നമ്മുടെ ശരീരം തന്നെ ഉയർപ്പിക്കപ്പെട്ടേ പറ്റൂ. കാരണം ദൈവം സൃഷ്ടിച്ച നമ്മുടെ ശരീരം അനശ്വരമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ശരീരം എന്ത് ചെയ്യും? തേജസ്സും മഹത്വകൃതവും അനശ്വരവുമായി മാറും. അതിന്റെ കുറവുകളൊക്കെ മാറിപ്പോകും. അതൊക്കെ നിറവുകളായി മാറും. ആ സൗന്ദര്യം നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന പോലെ എല്ലാമാണ്. സൗന്ദര്യം തന്നെ വേറെ ആംഗിളിലായിരിക്കും കാണുക. ഇനി പക്ഷെ വസ്ത്രം ഉണ്ടാകുമോ എന്ന് പറയാൻ പോലും പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഇതിനകത്തൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ അത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിട്ടുകൊടുക്കുക, നമ്മൾ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് എന്താ വെച്ചാൽ, ഇപ്പോ ഞാനാകുന്ന വ്യക്തി സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവിടെ മറിച്ച് ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. അപ്പൊ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ സെക്സ് അവിടെ നഷ്ടപ്പെടുകയാണ് ഒരു വ്യക്തിയുടെ. ഇപ്പൊ ഞാൻ ഭൂമിയിൽ എന്റെ ശരീരത്തിൽ സെക്സ് ഉണ്ട്. അപ്പൊ സ്വർഗത്തിൽ ഞാൻ മറ്റു ശരീരത്തിൽ വരികയല്ലാതെ ഇതേ ശരീരത്തിൽ വരുമ്പോ എന്റെ സെക്സ് എങ്ങനെയാണ് അപ്രത്യക്ഷമാവുക? ഞാൻ പുരുഷനോ സ്ത്രീയോ അല്ലാതാവുന്ന എങ്ങനെയാണ്? അതാ ഞാൻ പറയുന്നത്. പക്ഷെ വേറെ ശരീരം തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ രക്ഷിക്കപ്പെടില്ല എന്നാണ്. മനുഷ്യൻ എനിക്ക് വേറെ ശരീരമാണ് തരുന്നതെങ്കിൽ ഈ ശരീരമല്ല, ഈ ശരീരം അഴുകിപ്പോയി, കാരണം അത് പുതിയ ശരീരം തരികയാണെന്നില്ല. പുതിയ ശരീരം തരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്റെ ശരീരം രക്ഷ പ്രാപിച്ചില്ല എന്നാണ്. മനുഷ്യന് രക്ഷ കിട്ടണമെങ്കിൽ മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ ആത്മാവും രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിനെ തിരിച്ചുകൊണ്ടിരണം, ഇതേ ശരീരത്തെ തിരിച്ചുകൊണ്ടിരണം. അതാണ് മനുഷ്യരക്ഷ, അതാണ് നിത്യജീവൻ. അപ്പൊ നമുക്ക് ഈ ശരീരം അഴുകില്ല, വേറെ ശരീരം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിനെ നമ്മൾ വിലമതിക്കുന്നില്ലെന്നർത്ഥം. ഈ ശരീരം ആവശ്യമില്ലാത്തതും ഈ ശരീരം നശിപ്പിക്കപ്പെടാനുള്ളതും ഈ ശരീരം ഏറ്റവും ദ്രോഹിക്കാനുള്ളതുമാണ് എന്ന രീതിയിലുള്ള കൺസെപ്റ്റ് വരും. അതോടുകൂടി ശരീരത്തെ പീഡിപ്പിക്കാൻ ആരംഭിക്കും, ശരീരത്തെ മനുഷ്യൻ നശിപ്പിക്കാൻ ആരംഭിക്കും. പക്ഷെ ദൈവം തന്നെ ഈ ശരീരം നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ വളരെ വ്യക്തമായി പറയുന്നത്, മുമ്പൊക്കെ ശരീരത്തെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള മുറകള് വിശദമായി എടുത്തിരുന്നു, അരയിലറിഞ്ഞാലും കെട്ടിലും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്, അത് നശിപ്പിക്കപ്പെടാനുള്ളതല്ല. അതുകൊണ്ട് അതിന്റെ മോസ്റ്റ് എക്സ്ട്രീം ആയിട്ടുള്ള ത്യാഗപ്രവൃത്തികൾ സഭ നിരുത്സാഹിപ്പിക്കുന്നു. അവർ മോസ്റ്റ് സുഖിപ്പിക്കലും അതും സഭ നിരുത്സാഹിപ്പിക്കുന്നു. രണ്ട് എക്സ്ട്രീമും വേണ്ട. ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി വിശുദ്ധമായി കൊണ്ടു നടക്കണം. ശരീരത്തെ ബഹുമായി. അതുകൊണ്ടാണ് അംഗവിച്ഛേദം പാപാണ്. അംഗവിച്ഛേദം ചെയ്യാന്ന് പറഞ്ഞപ്പോ കണ്ണുകുത്തി പൊട്ടിക്കുക, കൈ മുറിച്ച് കളയുക, ഇതൊക്കെ പാപത്തിൽ പെടും. എന്നാൽ രക്ഷാകരമായ രീതിയിൽ കിഡ്നി ദാനം ചെയ്യുന്നതൊന്നും പാപമല്ല. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗപ്രവൃത്തിയാണ്. അതേസമയം കൈ മുറിച്ച് കളയുക, കാല് മുറിച്ച് കളയുക, അങ്ങനത്തെ ശിക്ഷാവിധികൾ ചെയ്യുക എന്ന് പറഞ്ഞ് പാപമാണ്. ഇത് സഭ ശരീരത്തിന് അത്രയധികം വിലമതിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് ജ്ഞാനവാദികൾ ഈ കാലത്ത് മാനിക്കായനിസത്തിലൊക്കെ അതൊക്കെ ഉള്ളതാണ്. ശരീരം ഏറ്റവും വെറുക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ശരീരമാണ് ഈ ആത്മാവിന് തടവറ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു കൂട്ടുണ്ട്. ജ്ഞാനവാദികൾ വേറൊരു ഗ്രൂപ്പ് ശരീരത്തിന് വിഷയമുള്ള കാര്യമില്ല, അതുകൊണ്ട് തിന്നുക കുടിക്കുക സൂഹിക്കുക, അത് ആത്മാവുമായി അതൊരു ബന്ധമില്ലാത്ത രീതിയിൽ പറയും. പക്ഷെ രണ്ടിനെയും ശ്രമം മാറ്റുകയാണ് യേശുക്രിസ്തു വളരെ വ്യക്തമായി ശരീരത്തിന്റെ വിശുദ്ധിയും ശരീരത്തിന്റെ ഉയർപ്പും യേശുക്രിസ്തു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രദറെ, ഈ ബ്രദർ പറഞ്ഞല്ല, മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നുകിൽ ഈ ശരീരത്തിനൊരു അല്ല ഈ ആത്മാവിനൊരു ശരീരം വേണമെന്ന് പറഞ്ഞല്ല. അപ്പൊ നമ്മുടെ എല്ലാ ശരീരം യേശുവിന്റെ ശരീരമായിട്ട് ചേരുമെന്ന് പറഞ്ഞു. അപ്പൊ പാപം ചെയ്ത് നരകത്തിൽ പോകുന്ന ആത്മാവും യേശുവിന്റെ ശരീരത്തിൽ പോകും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് യേശുവിലേക്ക് വരാൻ ആഗ്രഹിക്കും. യേശുവിലേക്ക് വരാൻ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് ക്ലബാണെങ്കിൽ ഉടനെ ഈ ആത്മാവ് യേശുവിലേക്ക് ചെല്ലും. അതാണ് വിശുദ്ധന്മാരുടെ സംഭവിച്ചത്. സ്തെഫാനോസിനെ യേശുക്രിസ്തു എടുത്തുകൊണ്ട് പോലെ അതാ പിതാവ് വലതുഭാഗത്ത് കൃഷ്ണൻ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അതാണ് വിശുദ്ധന്മാർക്ക് സംഭവിക്കുക. എന്നാൽ പാവമുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, യേശുവിന് വരില്ല. അപ്പൊ യേശുവിനെ കാണും, യേശുവിലേക്ക് വരാൻ ആഗ്രഹിക്കും. ആ ഒരു യാത്ര നടത്തുമ്പോൾ നമ്മുടെ ആത്മാവ് അഗ്നിയിലൂടെ എന്ന വണ്ണം ശുദ്ധീകരിക്കപ്പെടും. അതാണ് 1 കൊരിന്ത്യർ 3:15 വാക്യത്തിൽ പറയുന്നത്. അഗ്നിയിലൂടെ എന്ന പോലെ രക്ഷ പ്രാപിക്കും. ആ ഒരു സ്ഫുടം ചെയ്ത് ദൈവത്തിലേക്ക് എത്തുന്നതാണ് ശുദ്ധീകരണ സ്ഥലം. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു മരണം, വിധി, സ്വർഗം നടക്കണം, ഇത്രയേ ഉള്ളൂ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമല്ല. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ ഈ അഗ്നിയിലൂടെ സ്ഫുടം ചെയ്തുകൊണ്ട് എന്റെ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പൊ എന്റെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. കാരണം കർത്താവിന്റെ പരിശുദ്ധിയുടെ മുമ്പിലേക്ക് പാപമുള്ള എന്റെ ആത്മാവ് എത്തുമ്പോൾ എളുപ്പമല്ല നിൽക്കാൻ. അപ്പൊ ഇങ്ങനെ സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഗ്നിയിൽ കത്തുന്ന സ്വർണം കത്തണ പോലെ. ഇങ്ങനെ ഈ ആത്മാവ് എവിടെ എത്തും? യേശുവിലെത്തും. അതാണ് ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ അവസ്ഥ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പോകുന്ന ഈ ആത്മാവ് ഒറ്റയ്ക്ക് സഹിക്കണം, ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് വിജയസഭയിലുള്ളവർക്കും പറ്റില്ല, ഭൂമിയിലുള്ള സമരസഭയിലുള്ളവർക്കും പറ്റില്ല. സഹിക്കുന്ന ഒറ്റയ്ക്ക് സഹിക്കണം. പക്ഷെ എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്ക് പറയില്ല, വേദന അനുഭവിക്കുന്നു, നല്ല ഞാൻ രോഗിയാണ്, നല്ല വേദന, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസം. നേരിട്ട് കഴിക്കാൻ പറ്റില്ല. നമ്മളത് മനസ്സിലാക്കണം. അതൊക്കെ വിശ്വാസപരമായ ഒരു ഇതിന്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. എന്നാൽ ശുദ്ധീകരണ തലമുറക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ? നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഇവിടെ സുഹൃത്ത് എത്തിയില്ല എന്നുള്ള കാര്യം. ഇപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് മോഡറേഷനാണ്. നരകത്തിൽ പോകുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്ത പ്രാർത്ഥന ആർക്ക് കിട്ടും? ഏതെങ്കിലും കിട്ടാത്ത ശുദ്ധീകരണ തലമുറക്ക് കിട്ടും. നരകത്തിൽ പോയാൽ നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ബന്ധു മരിച്ചു, ആള് നരകത്തിൽ പോയി, പക്ഷെ നമുക്കറിയില്ല, നമ്മൾ ഓഫീസിൽ ഇരുന്നു, കുർബാന ഇല്ലെന്നു. അപ്പൊ ആ പുണ്യപ്രവൃത്തിയുടെ ഫലം ശുദ്ധീകരണത്തിലുള്ള പ്രാർത്ഥന കിട്ടാത്ത വേറെ ആർക്കും കിട്ടും. അല്ലാണ്ട് നരകത്തിൽ പോയാൽ കിട്ടൂല. നരകത്തിൽ പോയാൽ പോയി, ഒരു രക്ഷയില്ല, തിരിച്ചു വരില്ല, നിത്യ നരകമാണ്, സ്വർഗത്തിൽ കയറ്റാൻ പറ്റൂല. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ആത്മാവ് ശുദ്ധീകരണത്തിന് പോയിട്ട് അത് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുന്നു. സ്വർഗത്തിലുള്ളവർക്ക് വന്നിട്ട് ശുദ്ധീകരണത്തെ ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ആണെങ്കിൽ യേശു തന്നെ വന്നേനെ. അത് പറ്റില്ല. കാരണം അവർ ദൈവികത്തിൽ പരിശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ സ്ഫുടം ചെയ്യുന്ന സമയമാണ്. ഇപ്പൊ ചിലരൊക്കെ പറയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അടുത്തേക്ക് മാതാവ് വന്നിട്ട് ഓരോരുത്തരും പൊക്കി കൊണ്ടുപോയി അവിടെ കയറ്റി. ഇതൊക്കെ പറയുന്ന ഒരു കഥകൾ മാത്രമാണ്. അങ്ങനെ തിയോളജിക്കലി ഇല്ല. മാതാവ് ശുദ്ധീകരണത്തേക്ക് ശനിയാഴ്ച ദിവസം വരുന്നു, ഓരോരുത്തരെ പിടിക്കുന്നു, കൊന്താമ കെട്ടിക്കിട്ട് ഓരോരുത്തരെ പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നു, മേലങ്കിക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്തി കൊണ്ടുപോകുന്നു. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഭക്തിക്ക് വേണ്ടി പറയുന്ന കഥകൾ മാത്രമാണ്. തിയോളജിയിൽ അതില്ല. എക്സ്ക്യൂസ് മീ ബ്രദർ മരിയോളജി, ഇനി ഒരു ക്ലാസ് മരിയോളജി എടുത്താൽ നല്ലതായിരിക്കും. കാരണം നമ്മുടെ കർമ്മല മാതാവിന്റെ വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം ശനിയാഴ്ച വരം എന്ന് പറഞ്ഞതൊന്നാണ് കർമ്മലിത്ത മാതാവ് സൈമൺ സ്റ്റോക്കിനോട് പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരീയം കൊടുക്കുമ്പോ ഉത്തരീയത്തോടെ ഭരിക്കുന്നവർ. അത് ഞാൻ പറയട്ടെ, കർമ്മലിത്ത സഭയുടെ കർമ്മലിത്ത റിയലി തുറന്നു പറയണേ,
കർമ്മലൈറ്റ് മലയില് മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യം സഭ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ? 3-4 ഇത് മാത്രമേ ഉള്ളൂ അംഗീകരിച്ചതുള്ളൂ. ലാസ്ലൈറ്റ് മാതാവിനെ അംഗീകരിച്ചിട്ടുണ്ട്, പിന്നെ ലൂർദിലെ, ഫാത്തിമയിലെ, പിന്നെ ഇവിടെ സ്ഥലത്ത് പണി അംഗീകരിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും അംഗീകരിച്ചിട്ടില്ല. അതെല്ലാം ഇപ്പൊ കൃപാസന മാതാവ് പറഞ്ഞ പോലെ സംഭവം തന്നെ അതൊക്കെ. അത് നമ്മുടെ കേരളത്തിലെ മലബാർ അപ്പോസ്തലേറ്റിലെ OCD അച്ഛന്മാര് കുറെ കാലം മലബാർ അപ്പോസ്തലേറ്റ് ആയിട്ട്, സഭയ്ക്ക് മുമ്പ് മലബാർ അപ്പോസ്തലേറ്റ് ആയിരുന്നു, അങ്ങനെ ഭരിച്ചിട്ടുണ്ട്. കുറെ കാലം OCD അച്ഛന്മാരെ കീഴിലായിരുന്നു കേരളത്തിലെ സഭ. അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ ഒത്തിരിയൊക്കെ കാര്യം നമ്മുടെ ഇതിൽ സ്പ്രെഡ് ആയതാണ് റിയലി. അപ്പൊ റിയലി ഇങ്ങനത്തെ ഒരു ഇതിന്റെ പ്രശ്നം എന്നറിയോ? ഇതിന്റെ പ്രശ്നം നമുക്കതൊക്കെ വന്ന കാലത്ത് വിശ്വസിക്കുമ്പോൾ അതൊക്കെ ഓക്കെ ആയിരുന്നു. മാതൃഭക്തി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പെന്തക്കോസ്തുകാരെ പറയാൻ തടയാൻ വേണ്ടി ഉപകരിച്ചിരുന്നു. ഇപ്പൊ അതിന് പ്രശ്നം കിടക്കുന്നത് എംബർമാർ പോലുള്ള പ്രസ്ഥാനങ്ങൾ അതിന്റെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയിട്ട് ഡേഞ്ചറാക്കി സഭേനെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പേരെ വഴിതെറ്റിച്ചത് ഇങ്ങനത്തെ ഓരോ വ്യാജമായ മാതാവിനെ പിടിച്ച് ദൈവമാക്കിയിട്ട് ചെയ്ത കാര്യം. എക്സ്ക്യൂസ് മീ, പിന്നെ ഒരു 3 കാര്യങ്ങൾ ഞാൻ ഇപ്പം ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുവാണേ. അതിൽ തെറ്റുണ്ടെങ്കിൽ ബ്രദർ ഇപ്പൊ തന്നെ തിരുത്തി തന്നാല് നല്ലതായിരിക്കുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാനത് പറയുന്നത്. ഒന്ന്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് മാരകപാപത്തോടെ മരിച്ചാല് നരകത്തിൽ പോകുന്നവര്, ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുമായിരുന്നല്ലോ. അപ്പം നമ്മുടെ തമ്പുരാനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായി കുരിശിൽ സ്വയം അർപ്പിച്ചു, ബലിയർപ്പണം നടത്തി എന്നുണ്ടെങ്കിൽ ഇതുവരെ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും, ഇപ്പോ ജീവിച്ചിരിക്കുന്നവരും ഇതുവരെ ജീവിച്ച് മരിച്ചുപോയവരും ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളെയും തമ്പുരാന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് പുള്ളിക്കാരൻ വന്നത്. അത് മാരകപാപത്തോടെ മരിക്കുന്നവരാണെങ്കിലും ലഘുപാപത്തോടെ മരിച്ച് നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നവരാണെങ്കിലും എല്ലാവരുടെയും രക്ഷ അവിടുന്ന് സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇത് സംസാരിക്കുന്നത് മുതിർന്നവരോടാണ് എന്നുള്ള ധാരണയിലാണ്. നമ്മൾ കുട്ടികളോട് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സ്വർഗം നരകം ഇപ്പൊ തന്നെ പറഞ്ഞു പഠിപ്പിക്കും. പക്ഷെ നമ്മൾ മുതിർന്നവര് മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് മാരകപാപത്തോടെ മരിക്കുന്നതിന്റെ അവസാനത്തെ മൈക്രോ സെക്കൻഡില് അയാൾ വിചാരിക്കുവാണ് എനിക്ക് തെറ്റിപ്പോയി എന്ന്. അവസാനത്തെ മൈക്രോ സെക്കൻഡില് വിചാരിച്ചാല് അയാൾ മാരകപാപത്തിലാണ് മരിക്കുന്നതെങ്കിലും ആ തെറ്റ് വിചാരം വന്നാല് പുള്ളി സ്വർഗത്തിലെത്തും, തമ്പുരാന്റെ അടുത്തെത്തും. ഒറ്റ കുഞ്ഞും നരകത്തിൽ പോകില്ല. ഈവൻ പിശാചിനെ പോലും കഴിഞ്ഞ ദിവസം ഏതോ ഒരു അച്ഛൻ കുറച്ച് ഒരു അല്ല, ഞാൻ പറയട്ടെ, ഞാൻ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവമാണ് യൂണിവേഴ്സൽ സാൽവേഷൻ സഭ തള്ളിക്കളഞ്ഞതാണ്. അതായത് തള്ളിക്കളഞ്ഞതാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകും എന്നൊരു കൺസെപ്റ്റ് നമുക്കില്ല. ബിരിയാണി വിളമ്പി വെക്കുക മാത്രമാണ് കുടുംബനാഥൻ ചെയ്തത്. തിന്നേണ്ട ഉത്തരവാദിത്തം ഓരോ വ്യക്തിയുടെയുമാണ്. യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി രക്ഷ മേശപ്പുറത്ത് വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അത് വായിലേക്ക് ഇടേണ്ട ഉത്തരവാദിത്തം ഓരോ വ്യക്തിയുടെയുമാണ്. അതുകൊണ്ടാണ് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. അഗസ്റ്റിനോസ് പറഞ്ഞ സംഭവം. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ സാൽവേഷൻ സഭ എതിർക്കുന്നത്? മനുഷ്യന്റെ രക്ഷ സ്വയമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിക്കണം എനിക്ക് രക്ഷ ലഭിക്കണമെന്ന്. എനിക്ക് എന്റെ ദൈവത്തെ തള്ളിക്കളയാനുള്ള അധികാരമുണ്ട്. എന്റെ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. നമുക്ക് വലിയ കരുണയോടെ കാണാം എല്ലാവരും സ്വർഗത്തിൽ പോകുന്നത്, പക്ഷേ അത് സാധ്യമല്ല. വഴി പിഴച്ചുപോയ മാലാഖമാരെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു മാലാഖമാരുടെ ഇടയിലേക്ക് പിശാചായി കടന്നു വന്നിട്ടില്ല. വഴി പിഴച്ച മാലാഖമാരാണ് പിശാചുക്കൾ. അവരെ രക്ഷിക്കുവാൻ പിശാചായിട്ടുള്ള അവതാരം യേശു എടുത്തിട്ടില്ല. കാരണം അമർത്യതയിൽ മരിച്ചുപോയ നിത്യനാശമുള്ളവരാണവർ. ഇതേപോലെ മാരകപാപ അവസ്ഥയിൽ മരിക്കുന്ന ഏതൊരു ആത്മാവും അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. അത് കർത്താവാണ് വിധിക്കുന്നത്. പക്ഷെ മാരകപാപ അവസ്ഥയിലാണെങ്കിൽ നിത്യ നരകത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. ആ ആത്മാവ് ദൈവത്തെ വെറുക്കുന്നു. അതിന് ഇപ്രകാരമാണ് പറയാ, പ്രാമാണികത പറഞ്ഞ സംഭവപ്രകാരം ഈ സൂര്യരശ്മി ഏൽക്കുമ്പോൾ ഒരു പാറയുടെ ഒരു കല്ലിന്റെ ചോട്ടിൽ കുറെ ജീവികൾ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ സൂര്യരശ്മി നടന്നതിന് മുമ്പ് ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കല്ല് മാറ്റിയിട്ട് ഇതെല്ലാം സൂര്യപ്രകാശം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണികൾ എന്ത് ചെയ്യും? നേരെ അടുത്ത ഒളിക്കാൻ പറ്റി ഇടന്ന് അന്വേഷിച്ചു പോകും.
ഇതേപോലെ ദൈവത്തിന്റെ പരിശുദ്ധി കടന്നു വരുമ്പോൾ പാപമുള്ള ആത്മാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നേരെ അവർ ഒളിക്കും. പ്രകാശം ഉള്ളിടത്ത് ഇരുട്ടിന് വസിക്കാൻ പറ്റില്ല, പരിശുദ്ധിയുള്ളിടത്ത് പാപത്തിന് വസിക്കാൻ പറ്റില്ല. ഉടനെ ഇവർ ഒളിക്കും. ഇവർക്ക് ഒളിക്കാൻ ഇടമില്ല, ദൈവം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് ഒരുക്കി കൊടുത്ത സുഖവാസ കേന്ദ്രമാണ് നരകം. ദൈവമില്ലാത്ത ഒരിടം അവർക്ക് വേണം. ആത്മാവ് അങ്ങനെയാണ്. ദൈവത്തിന് മുമ്പിലേക്ക് ഈ ആത്മാവ് കടന്നു വന്നാൽ നോ, എനിക്ക് തന്നെ വേണ്ടെന്ന് പറയും ആത്മാവ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് ഈ പാപമുള്ള ആത്മാവിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആരംഭിക്കും. ഇങ്ങനെ ഒളിച്ചോടുന്ന ആത്മാവിന് വേണ്ടി ദൈവം തന്നെ മാറ്റി നിർത്തി ഒരുക്കി കൊടുത്ത ദൈവത്തിന്റെ കരുണയുടെ സുഖവാസ കേന്ദ്രമാണ് നരകം. കാരണം ആ ആത്മാക്കൾക്ക് സ്വർഗത്തിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തെക്കാളും പീഡനമായിരിക്കും. കാരണം അവിടെ വെളിച്ചുണ്ട്, ഇവർക്ക് ഇരുട്ട് വേണം. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ നമ്മൾ ചോദിക്കണേ എല്ലാവരും നരകത്തിൽ പോവോ? ഒരിക്കലും പറയുന്നില്ല. മരിക്കാൻ പോകുന്ന ഏതൊരു വ്യക്തി മാനവഭാവത്തിലാണെങ്കിലും ഒരു നിമിഷം പശ്ചാത്താപം ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ പശ്ചാത്താപം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാൻ ആരംഭിക്കും. പക്ഷെ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ദൈവമേ നിന്നെ എനിക്ക് വെറുപ്പാണെന്ന് പറയുന്ന ഏതൊരാളും അത് നരകത്തിലേക്കുള്ള സമ്പത്ത് തന്നെയാണ്, ഒരു രക്ഷയില്ല. ഞാൻ പ്രാർത്ഥിക്കും ബ്രദർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി. ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി. ദൈവത്തെ നിരസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മള് വിശുദ്ധ ഫ്രാൻസിസ് പറയുകയാണ്, അതായത് ഇവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നില്ല. ഫ്രാൻസിസിനൊക്കെ ആഗ്രഹമാണ്, കരുണയുള്ള പ്രാർത്ഥന. നമ്മൾ പറയുന്നില്ലേ യൂദാസ് നരകത്തിൽ പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ശ്രദ്ധിക്കണം. യൂദാസ് വിധിക്കാൻ നമ്മൾ ആരാണ്? അത് ചോദ്യം. യൂദാസ് നരകത്തിൽ പോയി എന്ന് വിധിക്കാൻ നമ്മൾ ആരും? ബൈബിൾ പറയുന്നുണ്ട് ആ വ്യക്തി നഷ്ടത്തിലാണെന്ന്, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ നരകത്തിൽ പോയി എന്ന് വിധിക്കാൻ ഞാനാരാ? വിധി ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ പോയി പറയും, നരകത്തിൽ പോയി ആരുടെ കണക്ക് പറയുന്നില്ല. യേശു യൂദാസിനെ കുറിച്ച് പറയുന്നില്ലേ? യേശു യൂദാസിനെ കുറിച്ച് പറയുന്നില്ലേ? നാശത്തിന്റെ സന്തതി അല്ലാതെ നഷ്ടപ്പെട്ടു തന്നെയല്ലേ? പക്ഷെ എന്നാലും നരകത്തിൽ പോയി വിധിക്കാറായിട്ടില്ല, വിധി വന്നിട്ടില്ലല്ലോ. വിധി ഒക്കെ യേശു കട്ടായം പറയുന്നുണ്ട്. പക്ഷെ അവിടെയും നമ്മളൊരു ക്ലോസ് വയ്ക്കുകയാണ്, അന്ത്യവിധി വന്നിട്ടില്ല, വിധി ദൈവത്തിന്റെ കയ്യിലാണ്, യേശുവിന്റെ കയ്യിലാണ് വിധി. യേശു എങ്ങനെ വിധിക്കും? നമ്മെക്കാളും കാരുണ്യവാനാണ് യേശു. പക്ഷെ യേശുവിന് വിധിക്കാൻ നമ്മൾ യേശു നരകത്തെ കൊണ്ടിരുന്നതാണ്. അല്ല, ഏതൊരു ആത്മാവും യേശുവിന്റെ മുമ്പിലേക്ക് വന്നാൽ എനിക്ക് നരകം മതി എന്ന് പറഞ്ഞ് പോയാൽ എന്ത് ചെയ്യും? എനിക്ക് സ്വർഗം മതി എന്ന് പറയുന്നത് ആത്മാവ് സ്വർഗത്തേക്ക് വരും. യേശുവിലേക്ക് നോക്കുന്ന ആത്മാവ് യേശുവിലേക്ക് വരും. എനിക്ക് നരകം മതി എന്ന് പറയുന്ന ആത്മാവിനോട് എന്ത് പറയും യേശു? തീർച്ചയാണ്, അത് കറക്റ്റാണ്. കാരണം റോമ 8:1 പറയുന്നുണ്ട്, ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പൊ ഐക്യപ്പെടാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ ഈ ക്ലാസ്സുകളുടെയൊക്കെ വെളിച്ചത്തിൽ ഒരു 2 കാര്യങ്ങളെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ബ്രദർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ പിന്നെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം, അങ്ങനെ ഒരു വാചകമില്ലേ? അതെന്തായിരുന്നു? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിഷ്ഫലമാണോ നശ്വരമാണെന്നോ? എന്തായിരുന്നു അത്? ഓക്കെ. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നു. പക്ഷെ ഇത്രയും ക്ലാസ്സുകൾ കേട്ട് നമ്മൾ അറിവ് കൂടുതലിനും അപ്പുറം നമുക്ക് എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അപ്പം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വീണ് അപേക്ഷിക്കുകയാണ്, എല്ലാവരെയും നമുക്ക് തമ്പുരാന്റെ അടുത്തെത്തിക്കണം. അപ്പം ഇതേപോലെ ആയിട്ട് ഈശോനെ വേണ്ട അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ട എന്ന് നിരസിച്ച് മരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്. പിന്നെ രണ്ടാമത് എനിക്ക് സഹോദരങ്ങളോട് പറയാനുള്ള, ഇപ്പം ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ ഇതേ ശരീരത്തോടെ നമ്മൾ വീണ്ടും ഒരു പുനർജീവിതത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നവരാണ്. അപ്പം നമ്മുടെ ശരീരത്തെ നല്ല ഭംഗിയായിട്ടും ശ്രദ്ധയായിട്ടും സൂക്ഷിക്കുന്നവരാവണം നമ്മൾ. ഉഴപ്പി ശരീരം ഉഴപ്പാക്കാൻ വിശുദ്ധിയായിട്ട്,
അതെ, വിശുദ്ധിയിൽ ആ മഹത്വത്തില് നമ്മൾ, അതെ, പാപം ഒഴികെ നമ്മൾ എല്ലാ കാര്യത്തിലും ആ വചനം പറയാം. യോഹന്നാൻ 3:2 ആ വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും, അവിടുന്ന് ആയിരിക്കുന്നവർ ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ. അപ്പം നമ്മൾ ശരീരവും സൂക്ഷിക്കണം, ആത്മാവും സൂക്ഷിക്കണം. ഇത് ഭയങ്കര ഉത്തരവാദിത്വമാണ്. അതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, അതിലും പ്രധാനപ്പെട്ട കാര്യമാണ്, വിശുദ്ധ കുർബാനയുടെ ക്ലാസ് നമ്മൾ നന്നായിട്ട് കേട്ടു. ഞാൻ വീണ്ടും ബ്രദറിന്റെ ടോയും ചെയ്തു. ഇന്നിപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജോസഫ് ബ്രദർ അത് പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കുവാണ്, നമുക്ക് എല്ലാ ദിവസവും, ഞാൻ പുതിയ ആളായതുകൊണ്ടും നിങ്ങളുമായിട്ട് പരിചയമില്ലാത്തതായതുകൊണ്ടുമാണ് ഇന്ന് ചോദിക്കുന്നത്, എല്ലാ ദിവസവും നിത്യം വിശുദ്ധ കുർബാന കാണുന്ന എത്ര പേരുണ്ട്? നമുക്ക് ഈ ക്ലാസിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും കുർബാന കാണുന്ന ശീലത്തിലേക്ക് വരാൻ പറ്റുമോ? നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെയും അങ്ങനെ എന്നും ദിവ്യബലി കാണുന്നവരുടെ ആക്കി മാറ്റുവാനായിട്ട് നമുക്ക് പറ്റുമോ? ഇക്കാര്യം കൂടെ നമ്മളൊന്ന് ആലോചിച്ചാൽ നല്ലതായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ക്ലാസ്സും നമ്മുടെ വിശ്വാസത്തിന്റെ വർധനവും എല്ലാം യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ നിഷ്ഫലമായി പോകും. അത് പോകരുത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളോട് കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നേ. താങ്ക് യു. ബ്രദറെ, ഒരു കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടേ ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ തനതു വിധിയിലൂടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ ആത്മാവിനാണല്ലോ വിധി വരുന്നത്. ആത്മാവാണല്ലോ ഒന്നുകിൽ സ്വർഗത്തിൽ, അല്ലെ നരകത്തിൽ, ശുദ്ധീകരണ സ്ഥലത്തിൽ. ഇപ്പോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോ സ്വർഗത്തിലുണ്ട്. ശരീരം ഇപ്പോഴും അന്തിമ വിധി വരെ ഉയർപ്പിക്കപ്പെടുന്നില്ല. ഇല്ല, മണ്ണിലാണ്, ഇല്ല. അഴുകിപ്പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ശരീരം സ്വർഗാരോപണം ചെയ്തു എന്ന് പറയുന്നെങ്കിൽ അമ്മയുടെ ശരീരം ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ഏലിയായെ പോലെ, മോശയെ പോലെ, ഹാനോക്കിനെ പോലെ, യേശുവിനെ പോലെ. ഓക്കെ അവരും മറിയത്തിന് ശരീരമുണ്ട്, സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. ഓക്കെ, അങ്ങനെ എടുക്കപ്പെട്ട എല്ലാം ശരീരത്തോടു കൂടി തന്നെ ഉണ്ടെന്ന് തന്നെ കരുതാം. ഉണ്ടെന്ന് കരുതാം. അതാണ് യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചുമായി തർക്കമുണ്ടായി, മിണ്ടിയില്ല എന്നൊക്കെ പറയില്ല, ദൈവം വിധിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ ഏലിയായുടെ ശരീരത്തോട് അതുകൊണ്ടാണ് മോശയും ഏലിയായും താബോർ മലയിലെ രൂപാന്തരീകരണത്തിന് യേശുവിന്റെ അടുത്തേക്ക് വരുന്നത്. അതെ. അത് വിശുദ്ധരോട് പ്രാർത്ഥിക്കാനുള്ള യേശുവിന്റെ ആഹ്വാനം കൂടിയത്. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഇത്രയും നേരം വളരെ ആഴമായ, അതായത് നമ്മള് ആരിൽ നിന്നും കേൾക്കാത്ത ക്ലാസ്സാണ്, പ്രത്യേകിച്ച് അന്ത്യവിധിയെ പറ്റിയുള്ളതും ലോകാവസാനത്തെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ. അതിന്റെ കുറെ കൂടി ആഴത്തിലേക്ക് പോയി നമ്മളെ കുറെ കൂടി നമുക്ക് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. നമ്മൾ അതിന് കൂടുതൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കൂടുതൽ നമുക്ക് വളരെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുണ്ട്. പക്ഷേ സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും വിശുദ്ധിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദൈവത്തോട് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ നിരന്തരം ദൈവത്തിന്റെ ജീവൻ സ്വീകരിക്കാനുള്ള ഒരു കൃപ നമുക്ക് ഉണ്ടാകട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിക്കട്ടെ. ജിൻഡോ ബ്രദറെ വളരെ വളരെ നന്ദി. ഇത്രയും വൈകിയ വേളയിൽ ഞങ്ങളോടൊപ്പമായത്, ചെറിയ ഗ്രൂപ്പിനോടൊപ്പമായിരുന്നു, ഞങ്ങളെ നിരന്തരം ആത്മീയമായി ഉണർവ് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവം താങ്കളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും തുടർന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനേകം വ്യക്തികൾക്ക് അങ്ങ് ഒരു മാതൃകയായി മാറട്ടെ. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റുകളോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മ മാതാവേ, അമ്മയോട് ചേർത്ത് വെച്ചു പറയുക, അമ്മ ഇന്ന് ശരീരത്തോടുകൂടി സ്വർഗത്തിലായിരിക്കുന്ന പോലെ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിന് ഞങ്ങൾക്കൊണ്ട് പ്രത്യേകം മധ്യസ്ഥയാക്കി ഞങ്ങളുടെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ട്.
ഞങ്ങൾക്ക് പ്രത്യേകം മധ്യസ്ഥം യാചിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നമ്മളോടൊപ്പമായിരിക്കാനും പ്രാർത്ഥിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം കൃപ നൽകിയതിനോട് നമുക്ക് ദൈവത്തിന് ഒരു 100,000 നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനകളായിരിക്കാം. ആമേൻ. ആമേൻ. ഗുഡ് നൈറ്റ്. ആമേൻ. ഗുഡ് നൈറ്റ്.